മാത്രം പഠിച്ചിട്ട് അത് കണ്ടന്റ് ആക്കി യൂട്യൂബ് വീഡിയോ അതിന്റെ പിന്നിലുള്ള എഫർട്ട് പറയണെങ്കിൽ ഇതിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കി കാണിച്ച. അല്ല പക്ഷെ അന്ന് ആ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ നീ പറയല്ലേ. അല്ല അന്ന് ആശാൻ ഇത് ആ വീഡിയോ ചെയ്തിട്ട് എത്ര വർഷം മുമ്പ് ചെയ്തേ? ഒരു 3-4 വർഷം മുമ്പ്. അതിനുശേഷം ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? അല്ല എനിക്ക് അതിന്റെ പീക്ക് അടിച്ചടാ, അതായത് ഇതിന്ന് സൗണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു എഫർട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഓക്കെ സൗണ്ട് വന്നു. കേരളത്തിലൊരു 3.5-4 കോടി ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ മോർഷാങ്ക് സൗണ്ട് ഉണ്ടാക്കിയ ആൾക്കാര് ഇത്ര മോശം മോശമാണ്. ഇവന് ഇങ്ങനെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിനോടൊക്കെ ഒരു ചെറിയൊരു കമ്പുള്ള ഭയങ്കര താല്പര്യമാണ്. എനിക്ക് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറ്റ്ലീസ്റ്റ് അറിയാം. ഗിറ്റാർ വായിക്കണൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടല്ലോ. അതൊന്നും നീ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ട്. അത് ഈയിടെയായിട്ട് അങ്ങോട്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ ജോൺ വായിക്കും. പിന്നല്ല ഹാപ്പി ബർത്ത്ഡേ വായിക്കും. അത് മോർച്ചെങ്കിലും വായിക്കും ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ കൂടെ പാടിയാൽ മതി. ജോൺ അങ്ങനെ എത്ര ഇൻസ്ട്രുമെന്റ്സ് മേടിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട്? ഇത് ഗിഫ്റ്റാ. 2 ഗിറ്റാർ 3 ഗിറ്റാറുണ്ട്. ഗിറ്റാർ 3ഉം ഇലക്ട്രിക് അല്ല, ഒരെണ്ണം ഏറ്റവും ആദ്യം അതിന്റെ ക്രിമിയടി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രാവശ്യം അമ്മ മേടിച്ചു തന്നു. ഏത് ക്ലാസ്സിലാണ്? അത് ഞാൻ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോഴാടാ. പിന്നെ ഇല്ല, ഈ ഗിറ്റാറിലോട്ടുള്ള മ്യൂസിക് വായിക്കാനാണോ ചിക്സിന് വേണ്ടിയിട്ടാണോ? ഇല്ല, എനിക്ക് സംശയമില്ല. അല്ല, എനിക്ക് വിറയ്ക്കും. ഒരു 4 ആളുകൾ നോക്കി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വന്ന് നിന്ന് വിറയ്ക്കും. അതാണ് സംഗീതം. ഇല്ല, എന്നിട്ട് ബേസിക് സാധനം പോലെ സൗണ്ട് വരില്ല. പക്ഷെ ചിലവന്മാരുണ്ട് 2 കോഡ്സ് പഠിച്ചവന്മാര്, അവന്മാര് നമ്മുടെ മുന്നിൽ നിന്നിട്ട് പൊളിക്കും. ഞാനും നമ്മുടെ അർപ്പണം കൂടെ പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാനും പഠിക്കാൻ പോയിട്ടുണ്ട് ഗിറ്റാർ. അതിപ്പോ എല്ലാരും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി തന്നെ ഗിറ്റാർ വലിയ സെയിലുണ്ടായിരുന്നു. അല്ല, ആ സമയത്ത് ഗിറ്റാർ നമ്മൾ കുറച്ച് ചെയ്യുന്ന അറിയുമ്പോൾ പെമ്പിള്ളേര് വന്നിട്ട് ചോദിക്കുന്ന സാധനം നെഞ്ചുക്കുൾ പേതിന് അത് വായിക്കറിയും. നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. എല്ലാം ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോ മിസ്സിംഗ് ആയിട്ടുള്ള ഗിറ്റാറും പിന്നെ ട്രെയിനിൽ കയറുമ്പോൾ ചിക്കും മാത്രമാണ്. ഇല്ല, ഇതൊരു സാധാരണ ഗിറ്റാർ വായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അല്ലല്ല, 2 കോഡ് പഠിച്ചാൽ മതി. എല്ലാം 10-15 പാട്ട് വായിക്കാന്നൊക്കെ. എനിക്ക് സത്യം പറഞ്ഞ തെറ്റായ ഇൻഫർമേഷൻ. ഞാൻ 3-4 മാസം പോയി, എനിക്ക് ഒന്നും വായിക്കാൻ പറ്റില്ല. ഇങ്ങനെ കൈ ഇങ്ങനെ ഇതിന്റെ പ്രാക്ടീസിൽ തന്നെ കുറെ നാള് പോയി. അത്ര ഞാൻ നിർത്തി. കുറച്ച് താഴത്തേക്ക് ആക്കിയില്ലേ പ്രാക്ടീസ്? അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങോട്ട് പാട്ട് വായിച്ചു. അത് തുടക്കം തന്നെ ഈ വിരൽ വെക്കാൻ പഠിപ്പിക്കുന്നു. അത് കുറെ ക്ലാസ് പോകുമ്പോ ഭയങ്കര ബോറടിയാ. പഠിക്കാൻ പോലും ഭയങ്കര ബോറടിയാ. ഞാൻ പഠിച്ചത് തുടങ്ങിയത് യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എടുത്ത് വെച്ചിട്ട് ഹൗ ടു പ്ലേ ഈ പാട്ടെന്ന് വെച്ചിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. അല്ലാണ്ട് ABCDFG മറ്റേ അങ്ങനെ വായിച്ച് പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടി. പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് യൂട്യൂബ് ഉണ്ടോ? വളരെ കുറച്ച്. അന്ന് ഈ നെറ്റൊക്കെ അതായത് നമുക്ക് നെറ്റ് അത്ര കിട്ടില്ല. അതൊന്നുമില്ലെങ്കിൽ 3GB കാലഘട്ടത്തിൽ ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇതൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ്. അപ്പൊ യൂട്യൂബിലാണ് കുറച്ചൊക്കെ പഠിച്ചത്. എനിക്ക് നന്നായി വായിക്കാൻ അറിയൊന്നുമില്ല. എനിക്ക് ചില പാട്ടുകൾ ഇഷ്ടമുള്ള അതിന്റെ ഇൻട്രോ സാധനങ്ങൾ ചിലത് പഠിച്ചു വെച്ചിട്ടുണ്ടോ. മെറ്റാലിക്കയുടെ നത്തിങ് എൽസ് മാറ്റേഴ്സ്, അതെല്ലാവർക്കും അറിയുന്ന ഒരു സാധനം. അതിന്റെ ഫസ്റ്റത്തെ 3 സാധനം ഓപ്പൺ സ്ട്രിങ്ങാ, വിരലൊന്നും വേണ്ട. ടിങ് ഡിങ് 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 അത് എല്ലാവർക്കും വായിക്കാൻ അറിയും. അപ്പൊ ആ ഒരു ഭാഗം വായിക്കാൻ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഗൺസ് ആൻഡ് റോസസിലെ ചില സാധനങ്ങൾ, ഇങ്ങനത്തെ ചില. അത് കാരണം കുറച്ച് ഇംഗ്ലീഷ് പാട്ടുകൾ ആ സമയത്ത് ഞാൻ ഇത് കാരണം കണ്ടിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ സൂപ്പറായിട്ട് ഗിറ്റാർ വായിക്കുന്നുണ്ട്, റോഷൻ എന്ന് പറഞ്ഞിട്ട്. അവനെ കണ്ടിട്ടാണ് പഠിക്കാനുള്ള താല്പര്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വയലിൻ ആയിരിക്കും കുറച്ചുകൂടി. ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു വയലിൻ മേടിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ ബേസിസ് സാധനം തന്നെ. ഇതിന്റെ ഒരു നമ്മളിന്ന് വിഷയം കളികളല്ലായിരുന്നു. ആ ശരി കേട്ടോ, നമ്മുടെ വിഷയം കളികൾ. ഇവിടെയാണ് ഇൻട്രോ വരുന്നത്. നമുക്ക് ഇൻസ്ട്രുമെന്റ് വിഷയം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എടുക്കാം. ഇൻസ്ട്രുമെന്റ്സ് അതൊരു പകുതി വരെ പോട്ടെ, തീരുമാനം നമുക്ക് അടുത്തലോട്ട്. ഇന്നൊരു മിക്സ് ആണ്.
ഇന്നൊരു സ്പെഷ്യൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് കളികൾ. ആൻഡ് ഇനി വല്ല ഓട്ടോ എന്നുള്ളത് നമുക്ക് അത് വരുമ്പോ പറയാം. എടാ വായിക്കണം. പോയാടാ. ഒരു 10 സെക്കൻഡ്. ആൾക്കാർ ഇത്ര ഒരു 10 സെക്കൻഡ് ഒരു 10 സെക്കൻഡ് കൂടെ. ഇത് വേറെ ആർക്കും വായിക്കാനില്ല, കേരളത്തിൽ ഒരാൾക്കേ വായിക്കാൻ പറ്റൂ. ഉസ്താദ് ജോൺ ജോ വായിക്കൂ. ജോൺ അലി ഖാൻ. ഇതിന്റെ കൂടെ പേരിനൊരു വെയിറ്റ് വേണം. എന്തിനാണ് അത് എന്നെ കൊണ്ട് അപമാനം പിടിച്ച പരിപാടി ചെയ്യിക്കണേ? ഇൻട്രോണാ അല്ലെ പറഞ്ഞു പ്രേക്ഷകർ എനിക്ക് ചിരി വരണടാ. ഇൻട്രോ. അങ്ങ് വാനക്കോണിൽ. അപ്പൊ ജോർജ് ആദ്യത്തെ ഗിറ്റാർ വാങ്ങിച്ചു, പിന്നെ വയലിൻ വാങ്ങിച്ച രണ്ടാമത്. ഇല്ല ഗിറ്റാർ ആദ്യത്തെ ആ ഗിറ്റാർ വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് ചിലപ്പോഴേ ഇതില് വായിക്കണ കാരണം ശരിയാവാത്ത ഇലക്ട്രിക് ഗിറ്റാർ മേടിച്ചേക്കാം. അങ്ങനെ ഞാൻ ഇലക്ട്രിക് ഗിറ്റാർ മേടിച്ചു. ഇതിലെല്ലാം ഈ എളുപ്പം നോക്കി പോകുന്നതാണല്ലേ? എളുപ്പം നോക്കി പോണതല്ല, എല്ലാത്തിനും ഒരു വ്യത്യാസം ഉണ്ടാ. ഇപ്പൊ ഇലക്ട്രിക് ഗിറ്റാർ അല്ലല്ല, പാട്ടിന് നമ്മളൊരു പാട്ടായിട്ട് വായിക്കുമ്പോല്ലേ, അതായത് ഒരു ഇപ്പൊ നമ്മൾ പാടണ പോലെ ഒരു ഇൻസ്ട്രുമെന്റിൽ വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റെയിൻ ഉള്ള ഇൻസ്ട്രുമെന്റ്സിനാണ് അത് കേൾക്കാൻ രസം ഉണ്ടാവുക. അതായത് ഫ്ലൂട്ട്, വയലിനിലൊക്കെയാണ് ഒരു പാട്ട് പാടണ പോലെ പ്ലേ ചെയ്യുമ്പോൾ, അതായത് വയലിനിൽ അവർ ഒരു പാട്ട് ഫുള്ള് പ്ലേ ചെയ്യില്ലേ, അത് ഗിറ്റാറിൽ പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാൻ അത്ര രസം ഉണ്ടാവില്ല. അപ്പൊ ഇലക്ട്രിക് ഗിറ്റാറിന് പറഞ്ഞാൽ സസ്റ്റെയിൻ ഉണ്ട്, നമ്മളൊരു നോട്ട് കുറച്ച് നേരം നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇലക്ട്രിക് ഗിറ്റാറിൽ ചിലപ്പോൾ ശരിയാവും, പക്ഷെ ഇലക്ട്രിക് ഗിറ്റാറിൽ ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പാറ്റേൺ ഇവനാണ് സംഭവം. ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ മടുപ്പടിക്കുന്നതാണ് കുറച്ച്. അങ്ങനത്തെ നമ്മളെല്ലാ സാധനത്തിലും ഇറങ്ങുമ്പോഴും അതിന് വേറെ നമ്മളിറങ്ങി പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് വേറെ പല സാധനങ്ങളുണ്ടെന്നാണ്. ഇപ്പോൾ ഗിറ്റാറിൽ തന്നെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ക്ലാസിക്കൽ ഗിറ്റാർ വായിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ക്ലാസിക്കൽ ഗിറ്റാറിന് ശരിക്കും പിയാനോ വായിക്കണ പോലെ വായിക്കണേ, അതായത് ഫിംഗറിലാണ് ഈ തമ്പില് ബേസ് നോട്ടുകളും മറ്റേല് അതിന്റെ ഇതും വായിക്കുന്നത്. അതിങ്ങനെയാണ് വായിക്കുന്നത്. അപ്പൊ ശരിക്കും പിയാനോയുടെ പോലെ രണ്ട് ഇത് വായിച്ചു പോകുന്നുണ്ട്. അപ്പൊ വിചാരിച്ചു അതാണ് നമ്മുടെ സാധനം. അങ്ങനെ ഞാൻ ക്ലാസിക്കൽ ഗിറ്റാർ മേടിച്ചു, നൈലോൺ സ്ട്രിങ് ക്ലാസിക്കൽ ഗിറ്റാർ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി മറ്റേതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതിന്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങലുള്ളൂ, അല്ലാണ്ട് പഠിക്കലോ കാര്യങ്ങളൊന്നുമില്ല. 3 ഗിറ്റാർ വാങ്ങിച്ചിട്ടുണ്ട്, വീട്ടിലുണ്ട് 3 എണ്ണം. അതിൽ 2 എണ്ണം പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ആ അവസാനം മേടിച്ച ക്ലാസിക്കൽ ഗിറ്റാർ മാത്രം ബാഗിലിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ സ്റ്റേജിൽ വായിച്ചിട്ടേ ഇല്ല. പിയാനോ വായിക്കുമല്ലോ, അതൊക്കെ ഈ പറഞ്ഞ തട്ടിക്കൂട്ടണടാ. പിയാനോ ഈ മറ്റേ മൊബൈലില് ടിങ് ടിങ് അതില് ഹാപ്പി ബർത്ത്ഡേ വായിക്കും തോന്നുന്നില്ല. ഒരു പാട്ട് പറഞ്ഞ പിന്നെ ടിങ് ടിങ് അത് ഒപ്പിക്കാറുണ്ട്. അല്ലല്ല, അത്യാവശ്യം സമ്മതിക്കില്ല. പിയാനോ കഷ്ടപ്പെട്ടിരുന്ന് വായിക്കുന്നത്. എന്നാ അടുത്ത എപ്പിസോഡിന്റെ ഓപ്പണർ ഇല്ല, ഞാൻ സ്റ്റേജിൽ ആകെ ഒരു പ്രാവശ്യം വായിച്ചിട്ടുള്ളൂ കോളേജില്. അതൊരു 10 ഗിറ്റാർ എനിക്ക് ഋതം അങ്ങനെ വായിക്കാൻ അറിയില്ല. അതിലത്തെ ഒരു ലീഡ് വേർഷൻ ഉണ്ടായിരുന്നു, ആ ഒരു ഭാഗം മാത്രം വായിച്ചിട്ട് ഞാൻ സൈഡിൽ നിന്നു. ഒരു 10 സെക്കൻഡിന്റെ സാധനം. മാധവൻ പ്രൊഫഷണൽ ആയിട്ട് സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ടല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. മഹാദേവനെ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നിയ ഇൻസ്ട്രുമെന്റ് എന്തായിരുന്നു? വയലിൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എല്ലാരും ഗിറ്റാർ നോക്കിയപ്പോ വെറൈറ്റിക്കാണ് ഈ വയലിൻ പിടിച്ചത്. ഇല്ല, നമ്മള് കേട്ടിട്ടുള്ള ഒരു സാധനം വയലിൻ എടുക്കും പഠിക്കാൻ, അത്രയും വെയിറ്റ് ചെയ്യാൻ വയ്യ, പെട്ടെന്ന് കിട്ടണ്ടേ. ഗിറ്റാർ എന്ന് വെച്ചാൽ 2 സ്ട്രിംഗ്. ഗിറ്റാറിന് പക്ഷെ വേറൊരു ഗ്ലാമർ ഉണ്ട് അല്ലേ? ഗിറ്റാറിന് ഗ്ലാമർ. മൃദംഗമൊക്കെ വായിക്കണമെന്നാണ് ഇങ്ങനെ ഒരു നിർത്തമാണ് അല്ലേ? ഗിറ്റാർ ഈ സാധനം നമ്മുടെ ഗോവിന്ദ് വസന്തയൊക്കെ വയലിൻ വായിക്കണതാണ് നല്ലൊരു ഗ്ലാമർ അല്ലേ? വയലിന്റെ ഇതൊക്കെ മാറി, ഇതല്ലല്ല. വയലിന്റെ ആ സ്റ്റൈലൊക്കെ മാറി, അതായത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും. ഇപ്പൊ വയലിൻ ഭയങ്കര സെക്സി സാധനം, അതായത് ഒരു പാട്ടൊക്കെ ഫുൾ ഒരുത്തരം ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യാം. മറ്റേത് ഗിറ്റാറിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഒന്നിൽ പാടാൻ അറിയണം, സ്ട്രം ചെയ്തിട്ട് കൂടെ പാടണം, അല്ലാണ്ട് പാട്ട് അതിൽ വായിച്ചാൽ കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല. കരോക്കെ ഇടേണ്ടി വരും. വയലിന് ഏറ്റവും കൂളാക്കിയത് എനിക്ക് ബാലഭാസ്കർ ആള് തന്നെയാണ്. പുള്ളിയാണ് അതിനെ ഞാൻ കണ്ടേക്കുന്നതിൽ ഏറ്റവും കൂൾ. അതിനുശേഷം ഇപ്പൊ കുറെ പേര് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കോൺസെർട്ട് ചെയ്യുന്നുണ്ട്. ലിൻസി സ്റ്റേർലിംഗ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഏതോ അമേരിക്കൻ ഐഡലോ ഇതുപോലത്തെ ഒരു ടാലന്റ് ഷോയിൽ വന്നു. അവര് പുള്ളിക്കാരനെ റിജക്ട് ചെയ്തു. പുള്ളിക്കാരി ബാലയും
വയലിനും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ആണ് പുള്ളിക്കാരി ലൈവ് ഒക്കെ ചെയ്യും. അടിപൊളിയാണ് പുള്ളിക്കാരുടെ യൂട്യൂബ് വീഡിയോസ്. ഗോവിന്ദസന്തയുടെ അടിപൊളിയല്ലേ മറ്റേ പ്രേമത്തിൽ മറ്റേ സാധനം 96 അത് പുള്ളി ആ സ്റ്റേജ് ഷോയിൽ നിന്ന് വായിക്കുന്നത് തൃഷയുടെ പിന്നെ ഇട്ട റിയാക്ഷൻ ആണെന്ന് അറിയില്ല. പുള്ളിക്കാരുടെ ഇങ്ങനെ കണ്ണെറിഞ്ഞ് ഭയങ്കര ഇൻവോൾവ് ചെയ്ത് അതിലിരിക്കുന്നു. ആ വീഡിയോ അടിപൊളി. കുറെ കണ്ടിട്ട് കേൾക്കാൻ നല്ല രസമാണ്. വായിക്കാൻ അറിയുന്നവര് വായിക്കുന്നതൊക്കെ രസമാണ്. ഞാനും വയലിൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 2 മാസം 3 മാസം വയലിൻ പഠിച്ചിട്ടുണ്ട്. കുറച്ച് പറ്റും എനിക്ക്. വൃത്തി ഇത് അതിന് ഈ പറഞ്ഞ പോലെ പാട്ടിന്റെ പോലെ ഒരു സ്വരശുദ്ധി വരാന്ന് പറഞ്ഞ പോലെ നോട്ട്സ് ഒക്കെ ക്രാക്ക് ഇല്ലാണ്ട് കേൾക്കാൻ കുറച്ച് പ്രാക്ടീസ് വേണം. എനിക്ക് വെറുതെ ഒരു തോന്നലുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പാട്ട് പഠിക്കുമ്പോഴും എനിക്ക് നിന്റെ പല സൗണ്ട് ഇല്ല. അതൊന്നും നമ്മളിപ്പോ അറിയാത്തൊരു വയലിൻ വായിച്ചാൽ വരുന്ന സൗണ്ട്. ഞാൻ മാറ്റട്ടെ, ഇവിടുന്ന് വലിച്ചു പിടിച്ചിട്ടേ. അല്ല ഞാൻ പറയാൻ വന്ന പോയിന്റ് പറഞ്ഞല്ലോ, പാട്ട് പഠിക്കുന്ന കാര്യം. പാട്ട് നമുക്ക് ആ ഒരു താളബോധം ഉണ്ടല്ലോ, ആ ഒരു താളബോധം കിട്ടി. എനിക്ക് താളബോധം ഇല്ലാത്ത. എനിക്കിപ്പം കറക്റ്റ് വേറെ ആള് പാടുന്ന കേട്ടാ മനസ്സിലായത് കറക്റ്റ് നോട്ടിലാണ് പോണ പരിപാടി എന്നുള്ളത്. എനിക്കും അറിയാം ഇത് അവിടെ ഞാൻ പാടുമ്പോഴും എത്തിയിട്ടില്ല എന്നും അല്ലെ എത്തണമെന്ന് അറിയാം. എന്റെ സൗണ്ടിനെ അയപ്പിച്ച് പിടിക്കാൻ പറ്റാത്തതാ. അപ്പൊ അതെനിക്ക് മനസ്സിലാണ്. ഞാൻ മിക്കവാറും എപ്പിസോഡ് ഞാൻ ജനറലി എനിക്കത് എന്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത്ര പെട്ടെന്ന് വിളിക്കാതെ ഞാൻ ഇത്ര വർഷം പിണ്ടി. ഞാനപ്പോ ഈ പറഞ്ഞ പോലെ ആ ഒരു ചിന്ത തെറ്റായിട്ട് ശരിക്കും തോന്നുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യത്തില്ല. കാരണം ഞാൻ വിചാരിച്ചത് നമ്മള് ഇതിങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കിപ്പോ വേണമെങ്കിൽ ഇപ്പൊ മറ്റേ രാത്രിയിൽ പാടിക്കകത്ത് കുഞ്ചാക്കോവൻ നമുക്കത് ഒറിജിനലാന്ന് തോന്നൂല്ലോ. അപ്പൊ നമ്മളും വിചാരിക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആ ഒരു ഫീല് ചരണ്ടി കഴിഞ്ഞാൽ ഈ ടോൺ കേൾക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ശരിക്കും ഞാൻ ഈയിടെ വർഷങ്ങൾക്ക് ശേഷം അവർ ശരിക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ചാനലാന്ന് ഇവർക്കുള്ള കുഞ്ചാക്കോവനെ നിർത്തിക്കൊണ്ട് ഔസേപ്പച്ചനല്ല വേറൊരു പുള്ളിക്കാരൻ, പുള്ളിയും പോപ്പുലർ ഫേസ് ആണ്, പക്ഷെ എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല. ആളെ കൊണ്ട് ഈ പറഞ്ഞ ഇത് മറ്റേ കുയിൽപ്പാടിയുടെ വയലിൻ പോഷൻ എന്നിട്ട് ഇവര് ചുമ്മാ ഈ ചാനലുകാരുടെ കുറെ പരിപാടികളുണ്ടോ അവരത് ഇതാക്കാൻ വേണ്ടി കുഞ്ചാക്കോവന്റെ ഒരു വയലിൻ കൊടുത്തിട്ട് അഭിനയിപ്പിച്ചു. പുള്ളി ബാക്കി നിന്ന് ഒറിജിനൽ വായിക്കണോ. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ടും മനസ്സിലാവും. പുള്ളി നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് ഭയങ്കര ഈസിയാന്ന് തോന്നുന്നത് നമ്മൾ അത്ര പ്രൊഫഷണൽ ഒരാൾ വായിക്കുന്നതാണ് കാണുന്നത്. അവർ അത്ര ഈസിലി ആൾക്കാർ ഇന്ററാക്ട് ചെയ്തിട്ട് ഞാനും പ്രാവശ്യം വയലിൻ വായിക്കണ അതിനേക്കാളും നമ്മൾ സിനിമകളിലൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് നായകൻ നിന്ന് പാട്ടും പാടുന്നുണ്ട്, അതിന്റെ കൂടെ പുള്ളി ഇത് പിടിക്കുന്നുണ്ട്. എന്നാ ഭയങ്കര ഈസി ആയിട്ട് പുള്ളി ചെയ്തു. നമ്മൾ കൊള്ളാം. എനിക്ക് പണ്ടറിയാം മൾട്ടി ടാസ്കിങ് തീരാൻ പറ്റൂല. ഗിറ്റാർ വായിച്ചിട്ട് പാട്ടോടെ പാടിയ രണ്ടും പോകും. ഇല്ല, ഈ വയലിനുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഗിറ്റാറൊക്കെ ആദ്യം ഒരു വായിച്ചാ മോശമായിട്ട് വായിച്ചാ പിന്നെയും കുഴപ്പമില്ലാതെ കേൾക്കും. വയലിനൊക്കെ മോശമായിട്ട് വായിച്ചാ ഭയങ്കര കൂറയാണ്. അപ്പൊ ആദ്യത്തെ ഒരു 5-6 മാസം ഭയങ്കര കൂറയായിട്ടാണ് വീട്ടുകാർ സമ്മതിക്കും വേണം ഇതിന്ന് കേൾക്കണം. നീ വീട്ടിൽ നിന്നാണ് പഠിക്കണേ? ഞാനിവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി, അവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ ഇരുന്നാണ് പഠിച്ചതാ? ഞാൻ കർണാട്ടിക് സ്റ്റൈല് വയലിനെ പഠിച്ച ഇരുന്നിട്ടാ. പിയാനോ ഇതുപോലല്ലേ കാണുമ്പോ നമ്മളൊരു കറക്റ്റ് നമുക്ക് അല്ല, പക്ഷെ കറക്റ്റ് നമുക്ക് ചെയ്യുമ്പോ തോന്നും ഇതിവിടെ കുത്തുമായിരിക്കും, പക്ഷെ ഇത് എവിടെ കുത്തണമെന്ന് അറിയത്തില്ല കിട്ടി കഴിയുമ്പോ. അതാണ് പ്രശ്നം. അത് 2-3 കീയൊക്കെ പ്രശ്നം. പക്ഷെ കീബോർഡിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ വൃത്തിയായിട്ട സൗണ്ട് വരില്ല, നോട്ടാണല്ല. പക്ഷെ എന്നാലും എനിക്കും കീബോർഡ് വായിക്കുന്നവരോട് ഭയങ്കര റെസ്പെക്ട്. ഭയങ്കര പാടാണ് എനിക്ക്. എല്ലാം ഭയങ്കര പാടാ, എല്ലാ ഇൻസ്ട്രുമെന്റും ഭയങ്കര പാടാ. ഇതിൽ സൗണ്ട് ഉണ്ടാക്കാൻ തന്നെ എത്ര പാടാ. അപ്പൊ ഇത് വെച്ചിട്ട് പാട്ടിന്റെ കൂടെ കമ്പനി ചെയ്യണോ? സത്യം ഭയങ്കര പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാ എല്ലാം പഠിക്കുന്നത്. അല്ല ഇത് ഒരു അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മള് എഗ്രി ചെയ്തല്ലോ. അല്ല ഒരു പ്രാവശ്യം എല്ലാം ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെറുതായിട്ട് വായിക്കണമെന്ന് കാണുമ്പോൾ റെസ്പെക്ട് തോന്നും. എനിക്ക് ഏറ്റവും ഈ പറഞ്ഞ പോലെ
കാണുമ്പോ നമുക്കൊരു എനിക്കാണെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പറ്റില്ലെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ. വായിക്കാൻ പറ്റില്ല എന്നുള്ള അതൊരു കോൺഫിഡൻസ് ആണ്. അതിന് കോൺഫിഡൻസ് പറ്റില്ല. ഇത് ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്. ചില എന്റെ കൂടെയുള്ളവന്മാർ പറയും ഞാൻ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചേക്കുന്നത്. അത് കല്യാണം വേണ്ടെന്നല്ല, നിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. നീ കല്യാണം വേണമെന്ന് വെക്കണോടത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ജോലിയില്ല കൂലിയില്ല, കല്യാണം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. നിന്റെ ഡിഫോൾട്ട് സെറ്റിംഗിൽ നിനക്ക് കല്യാണം നടക്കില്ല. നീ ഇത് മാറ്റി പിടിക്കുക. അതുപോലെ എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അറിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇല്ല, പഠിക്കാൻ പറ്റില്ല എന്നുള്ള നമ്മളെ കൊണ്ട് പറ്റുള്ള അത് അവയർനെസ് ആണ്, കോൺഫിഡൻസ് അല്ല. അതെനിക്കുണ്ട്. അല്ല, ഇതിനൊക്കെ ഉണ്ടല്ലോ ഞാൻ പറയണതാണ്. എന്റെ പോലത്തെ ഒരു മടിയനായിട്ടുള്ള ഒരാൾ ഞാൻ കാര്യമായിട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന് എഫർട്ട് ഇടാന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് തോന്നുമ്പോ നമ്മൾ ചെയ്തു പോണതാ. ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഏത് സാധനം നമ്മളെ കൊണ്ട് ചേർത്താൽ നമ്മളൊന്നും ചെയ്യാൻ പോണില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി കഷ്ടപ്പെട്ടിട്ട് ചിലപ്പോ ഇരുന്ന് ഇതൊക്കെ പിയാനോ ഒക്കെ ഫോണിൽ ഒന്നാമത്തെ ഫോണിലാണ് മറ്റേ ഇപ്പുറത്തെ ഇതിൽ വരണമെങ്കിൽ മറ്റേ പെരക്ക് അത്രയും സമയം വെറുതെ ഇരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ പോയി ഇതൊക്കെ നോക്കിയിട്ട് ഈ സാധനം വായിക്കും. ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര എനിക്കത് പറ്റൂല. എനിക്ക് അത്ര ക്ഷമയില്ല. അതുകൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ പറ്റാത്തതാണ് തോന്നുന്നത്. വിചാരിക്കായിരുന്നു ഈ പറഞ്ഞ പോലെ പിയാനോ ഒക്കെ, അല്ലെ പിയാനോ അല്ല, പിയാനോന്റെ ആഗ്രഹത്തിലില്ല. പക്ഷെ വയലിൻ കുറച്ച് വലുതാകുമ്പം ഞാൻ ഏതോ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പണ്ട് വയലിൻ പഠിപ്പിക്കാൻ എല്ലാ പൈസ അപ്പൊ കമ്പ് അത് വേണ്ട, കമ്പ് കണ്ണി കുത്തും. അത് കാരണം അത് കഴിഞ്ഞ് അപ്പൊ എനിക്ക് വലുതാകുമ്പോ അതായത് അത്യാവശ്യം പൈസ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തപ്പോ എന്തിന്, ഇനിയിപ്പോ കളി കഴിഞ്ഞല്ലോ ഇത്. അപ്പം പിന്നെ നീ അതിനകത്ത് ഇത്ര വർഷം എഫർട്ട് ഇട്ട് ഞാനൊരു 35ാമത്തെ വയസ്സില് 40ാമത്തെ വയസ്സില് വയലിൻ മാച്ച് പഠിച്ചു തുടങ്ങി 50ാമത്തെ വയസ്സിൽ അത് ചെയ്ത ഫീൽ ആയിരിക്കും. എനിക്കറിയത്തില്ല. എനിക്കൊരു ഇപ്പൊ ഉള്ള കാര്യങ്ങള് ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് പറയാലോ, അത് ചെയ്യാൻ പറ്റുന്ന പറയാലോ. ഞാൻ 2-3 ദിവസം വയലിൻ പഠിച്ചിട്ട് ഞാൻ തന്നെ വയലിന്റെ സ്ട്രിങ് ഒക്കെ ഊരിയെടുത്ത് കളഞ്ഞു. എനിക്കാണെങ്കിൽ ചമ്പടം മറ്റേ എനിക്ക് കർണാട്ടിക് മ്യൂസിക് സ്റ്റൈലിലാണ് ഞാനും പഠിച്ചത്. അപ്പൊ എനിക്ക് ചമ്പടം മുട്ടി ഇരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ 1 മണിക്കൂർ അങ്ങനെ ഇരിക്കണം, അത് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ അത് തന്നെ എനിക്ക് ഭയങ്കര പാടാണ്. അതെ. അപ്പൊ പിന്നെ അവസാനം ആ സാറിനെ എനിക്ക് പിന്നെ താല്പര്യമില്ലാതെ അങ്ങനെ ഞാൻ വയലിന്റെ സ്ട്രിങ് ഒക്കെ രാത്രി എടുത്ത് ഊരിയെടുത്ത് കളഞ്ഞു. അപ്പൊ പിന്നെ എന്തോന്ന് പഠിപ്പിക്കാൻ. പക്ഷെ ഇത് പഠിക്കാൻ ഞാൻ മറ്റേ ഗിറ്റാർ പഠിക്കാൻ പോയാൽ ബോറടി ഇത്തിരി കുറവ് വയലിൻ പഠിക്കുന്നതിലുണ്ട് കേട്ടാ. അല്ല ഞാൻ എനിക്ക് തോന്നിയത് ഇല്ല, എന്നെ വീട്ടിൽ വന്നിട്ടായിരുന്നു പഠിപ്പിച്ചോണ്ട്. അപ്പോഴേക്കും അത് നീ ചേരാന്ന് പറഞ്ഞപ്പോഴേക്കും നിനക്ക് സ്വന്തമായിട്ട് ഇത് മേടിച്ചു, സാധനം അത് മേടിച്ച് എന്തേലും പഠിക്കട്ടെ. ഞാൻ പറയില്ല, എന്റെ ചേച്ചി ഭയങ്കര ഡാൻസ് ആയിരുന്നു. അപ്പൊ എന്നെ എന്തേലും കലയിലോട്ട്, ഡാൻസ് ആയിരുന്നു ഞാൻ മെയിൻ. ഡാൻസ് വിട്ട് വേറെ മ്യൂസിക്കലായിട്ട് എടുത്തപ്പം എനിക്ക് അതിലോട്ടുള്ള ഒരു താല്പര്യം. എത്ര സൂപ്പർ താങ്ക്സ് ഒന്നും ദീപക്മാരോട് പെർഫോം ചെയ്യാം. ഞാൻ ഇവിടെ ഇരുന്നല്ലേ. അതല്ല ഡാൻസ്, ഭരതനാട്യം, കുച്ചിപ്പുടി, ഭരതനാട്യം, ഫോക്ക് ഡാൻസ്. ഞാനാണെങ്കിൽ അമൃത ടിവിയിലും ദൂരദർശനിലും ഒക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിന്റെ കാസറ്റോ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഡിജിറ്റൈസ് ചെയ്ത് എടുക്കണം, നമുക്ക് കണ്ടന്റ് ആയിട്ട് കയറ്റി ഇടാം. ഞാൻ പണ്ട് ഇത് കൃഷ്ണനായിട്ടൊക്കെ പെയിന്റ് അടിച്ചായിരുന്നു. അതിന് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ മ്യൂസിക്കിലോട്ട് എനിക്ക് ആ ഒരു താല്പര്യം വന്നിട്ടില്ല. എന്റെ പാട്ടിലോട്ട്, എന്റെ ഇപ്പൊ പ്ലേലിസ്റ്റ് എടുത്താൽ തന്നെ എനിക്കാണെങ്കിൽ അത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ഈ ഡേറ്റിംഗ് ആപ്പില് നമുക്ക് നമ്മുടെ സ്പോട്ടിഫൈ കണക്ട് ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും കണക്ട് ചെയ്യില്ല. കാരണം എനിക്ക് അതാ അത് മറ്റേ നമ്മുടെ ഒരു ഫ്രണ്ട് അലക്സ് അവറാച്ചന്റെ സ്പോട്ടിഫൈയില് മോസ്റ്റ് പ്ലേഡ് കലാഭവൻ മണി. അടിപൊളി ബാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന്, ഞാൻ ചില ആർട്ടിസ്റ്റിന്റെ കൂടെ പോകുമ്പോ ചില ചേട്ടന്മാരൊക്കെ 2 അകത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ കലാമണി ചേട്ടന്റെ പാട്ട് എവിടെ, എപ്പോഴും വൈബ് പിടിക്കുന്ന സാധനം വരും. പിന്നെ വേൽമുരുക എന്തിയേ
എടുക്കാൻ മറന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലാതെ അത് ബൈ ഡീഫോൾട്ടാന്നുള്ള ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഇങ്ങനത്തെ ചില പാട്ടുകളിലൊക്കെയാണ്. അത് ചില ഡിഫോൾട്ട് പാട്ടുകളുണ്ടല്ലോ. അതായത് യാത്ര പോണ യൂഹി ചലാചലരായി തുടക്കം തന്നെ ഇടുന്ന പാട്ടാതായിരിക്കും നമ്മുടെ അവിടെ ട്രിപ്പ്. ഡ്രൈവ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പാട്ട് അടിപൊളിയാണ് അല്ലേ. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും അപ്പൊ ചിലപ്പോൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കേട്ടോണ്ട് രാവിലെ തന്നെ കുക്ക് ചെയ്യുന്നുള്ള രസമാണ് അല്ലേ. അതല്ല ചില ദിവസം കറിയൊക്കെ വളരെ മോശം. അതാണ് അന്നത്തെ പ്ലേലിസ്റ്റ്. ഞാൻ ഈ ചാടി കളിക്കുന്ന പരിപാടിയിൽ ഇങ്ങനെ ബൈജു ചേട്ടനില്ലേ, നമ്മുടെ ബൈജു ധർമ്മജൻ. അപ്പൊ ചേട്ടനെ കേട്ട് ഒരു സമയത്ത് ഭയങ്കര അമ്മയുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഞാൻ വയലിൻ പഠിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കേണ്ടത് തന്നെ. അപ്പൊ നീ ചെണ്ട പഠിക്കും, നന്നായിരിക്കും. ആള് നല്ല ഊക്കും. ചെണ്ട പഠിക്കും, അതായിരിക്കും എനിക്ക് കുറച്ചും കൂടി നല്ലത്. വേണ്ട ചെണ്ട വേണ്ട. പുള്ളി ലൈവ് ചെയ്യുമ്പോ അതുപോലെ വട്ടത്തില് ചെണ്ട എന്നിട്ട് ചെയ്യുന്നുണ്ട്, സൂപ്പർ ആയിരിക്കും. എന്തിന് തൃശ്ശൂർ പൂരല്ലേ ഇരിക്കുന്നേ, ചെണ്ടയുടെ മറ്റേ പരിപാടി. ഞാൻ തൃശ്ശൂർ പൂരത്തിനാകെ 3 പ്രാവശ്യം പോയിട്ടുള്ളൂ. എനിക്കെല്ലാം അല്ലല്ല, എനിക്ക് 5ാം ക്ലാസ്സിൽ തബലയ്ക്ക് പോയിട്ട് ഞാൻ ഈ സാധനം എടുത്തു. ഞാൻ തബല ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, വയലിൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കീബോർഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ പഠിക്കാൻ തോന്നുന്നു. പിന്നെ ഗിറ്റാർ സ്കൂളിൽ മറ്റേ കലോത്സവം വരുമ്പോഴത്തേക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാടകയ്ക്ക് എടുക്കും. അപ്പൊ ഇതവിടെ വെറുതെ ഇരിക്കണം. അപ്പൊ നമ്മള് പോയിട്ട് എല്ലാം ട്രൈ ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാണ് ഈ പണ്ടാരൊക്കെ ഭയങ്കര പാടാൻ. തബല ഒന്നത്തിന് ഈ വരലോണ്ട് ഇങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. 4 സാധനം. ഇത് 2-3 ക്ലാസ് പോയി കഴിഞ്ഞപ്പോഴേക്ക് മതിയായിരിക്കും. ഞാനൊരു ഇട്ട് നിർത്തി. ചൊറിഞ്ഞൊക്കെ രണ്ടും. പിന്നെ വിരലിന്റെ ഒക്കെ നല്ലൊരു തഴക്കം വേണം. അപ്പൊ നമ്മളവിടെ ഈ സ്ഥിരം അസംബ്ലിക്ക് ഇങ്ങനെ തബല വായിക്കുന്നത്, സ്ഥിരം ഈ ദേശഭക്തി ഗാനം അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാർ ട്രിപ്പിൾ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കും. ഇതൊക്കെ ഞാൻ ചുമ്മാ കയറി കൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ആൾക്കാർ മാർച്ച് ചെയ്ത് വരുമ്പോ ഈ ബാൻഡ് അല്ല, പിന്നെ റിതം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ താല്പര്യം കൊണ്ട് ചുമ്മാ ചെയ്യാൻ വേണ്ടിട്ട് കയറി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ തബലയിലോട്ടൊക്കെ വരുമ്പോ ഈ ഒരു കാര്യങ്ങൾ സീരിയസ് ആണ്, കാര്യം കുറച്ച് കൂടുതൽ. അപ്പൊ സീനിയർ പിള്ളേർ അപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്, കൈയൊക്കെ ഫാൻ പോണ പോലെ പോണതാണ്. അപ്പൊ ഇതിങ്ങനെ. അപ്പൊ നമ്മുടെ എപ്പിസോഡിലെ വിഷയത്തിലേക്ക് സ്വാഗതം. എനിക്കിതുവരെ ഒരു പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് കണ്ടിട്ട് വായിക്കാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് മ്യൂസിക്കിനോടുള്ള നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. ഇല്ല, ഞാൻ വയലിനും ഗിറ്റാറും എനിക്ക് പിന്നെയും പഠിക്കണം എന്ന് താല്പര്യം തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ എനിക്കിതുവരെ ഒരു തബലയോ മൃദംഗമോ കണ്ടിട്ട് ഒരിക്കലും പഠിക്കണം എന്ന്. കാരണം എനിക്ക് ഈ ചമ്പളം കൂട്ടിയിരിക്കാനുള്ള പാട് കാരണമായിരിക്കും അല്ലേ. അതുകൊണ്ടൊന്നുമല്ല, സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളൊരു തോന്നൽ. സെക്സി അല്ല, കുറച്ചു നേരത്തെ പറഞ്ഞു മൃദംഗം വായിക്കണം സെക്സി അല്ല. എങ്ങനെ പമ്പിളി കൊണ്ടിടും ഇൻട്രസ്റ്റ് തബല പ്ലീസ് മൃദംഗം. അതൊരു സത്യം. അപ്പൊ അതൊരു സത്യം. ഇതൊക്കെ നീ ആലോചിച്ചോക്കെ എങ്ങനെ ഇത് പറയല്ലേ. ഇത് ഈ പറഞ്ഞ പോലെ കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഇത് ഇത്തിരി കൊറേ കഴിഞ്ഞപ്പോ പാനലിന്ന് പുറത്താക്കിയതാ. ഇതിന്റെ ബാൻഡുകാരനാണെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാൻ ഭയങ്കര എളുപ്പമല്ലേ. മറ്റന്മാർ ഈ സാധനം ഇവിടൊക്കെ തല വെച്ചോണ്ടോ ഇവന്റെ കൺസെപ്റ്റ് ഈ സാധനം കൊണ്ട് സൗണ്ട് ചെക്ക്. ഇത് വളരെ സൗകര്യമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എവിടെ വേണമെങ്കിലും പോക്കറ്റിലിട്ടുണ്ടോ. അപ്പോഴേ നമ്മുടെ ടോപ്പിക് മ്യൂസിക് അല്ലേ. ഇനി പലതരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കളികൾ മ്യൂസിക്കിന്റെ അടുത്ത് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ അവന്റെ പേര് പറയല്ല, അവൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിട്ടോക്സ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവന്റെ പേര് പറയുന്നില്ല. അവനിതൊരു ഏതോ ഒരു പ്രായത്തിൽ പുള്ളി ഇതുപോലെ തന്നെ മെയിൻ ഉദ്ദേശം തന്നെ പെൺപിള്ളേരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണം എന്നുള്ളതിൽ പുള്ളി വയലിൻ പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് പുള്ളി തുടങ്ങുമ്പോ തൊട്ട് ക്ലാസ്സിൽ വന്ന് തള്ള ഇവരിത് വയലിൻ പഠിക്കണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും
പരിപാടികൾ വരുമ്പം ഇതുപോലെ പിള്ളേർ പറയല്ലോ ടീച്ചറെ ഇതിന് മറ്റേ വയലും വായിക്കാറ് അപ്പൊ പറയും അങ്ങനല്ല ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതിങ്ങനെ പുള്ളി ഒരു 8ാം ക്ലാസ് തൊട്ടേ വെക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഞാനിത് എപ്പോഴോ പിന്നെ അറിഞ്ഞ് ഇവനിത് ആദ്യത്തെ 2-3 മാസം കഴിഞ്ഞ് പിന്നെ ഒരാൾ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നു. പുള്ളി വേറൊന്നുമില്ല, നിർത്തി. ഞാൻ ഒരു സ്ഥലം ഈ വയലിലും മറ്റേ മൂലയ്ക്ക് ഇരിക്കണു, മറ്റേ ചുക്കിലും മാറാലയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഇവനിത് പഠിക്കുന്നില്ല ഇങ്ങനെ, പക്ഷെ ഇവൻ തള്ളു കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മള് ബോയ്സ് സ്കൂളിലാണ് 10 വരെ പഠിച്ചത്. +1 മറ്റേ മിക്സ്ഡ് ആയപ്പോഴത്തേക്കും അവിടെ പോയിട്ട് ഇതുപോലെ ഞാനും ഇതേ സാധനം പണ്ട് തൊട്ട് ഞാൻ പാട്ടുപാടും എന്നുള്ളത് പിടിച്ചു ഞാൻ ഗ്രൂപ്പ് സോങ് അല്ലാതെ ഇന്നവരെ ഒറ്റയ്ക്ക് പാടിയിട്ടില്ല. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഒറ്റയ്ക്ക് പാടുന്നു. പക്ഷെ ഞാൻ പാട്ടുകാരനാ, ലേവലുണ്ട് എനിക്ക്. അപ്പൊ ഇവന് സൈഡിൽ കൂടി വയലിൻ ലേവല് പിടിക്കുക, എനിക്കത് പിടിക്കുള്ളൂ. അപ്പൊ പക്ഷെ ഞാനും അവനും തമ്മിൽ ആ ഒരു സാധനം ഉണ്ട്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സ് പഠിക്കും, രണ്ടുപേരും സമ്മതിക്കില്ല, രക്ഷപ്പെടാൻ സമ്മതിക്കും. അപ്പൊ ഞാൻ ഇവനിത് അടിക്കണതിന് മുന്നേ പറഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ലേ ഇവന് വയലും വായിക്കാൻ അറിയാം, ഇവന് എപ്പം തൊട്ട് പഠിക്കുന്നതാ, ഇവന് എന്തായാലും പരിപാടിക്ക് ഇറങ്ങണം, എന്താ പ്രശസ്തി എന്താ പരിപാടിക്ക് ഫുൾ ക്ലാസ് നിർബന്ധിക്കും. ഇവന് ശരിക്കും വായിക്കാൻ അറിയത്തില്ല. എന്റെ തലക്കകത്ത് എന്റെ പേര് പിന്നെയും വന്നുകൊണ്ടിരിക്കണം. വേണ്ട, ഇവിടുത്തെ എഡിറ്റിംഗ് എനിക്കറിയാം. എന്റെ വീടിന്റെ 4th wall ബ്രേക്ക് ചെയ്യും. മനസ്സിലായി. കോമൺ പേരാണല്ലോ, കോമൺ പേരാ. പക്ഷെ എനിക്കൊരു കൂട്ടുകാരനുള്ളത്. എന്നിട്ട് അവസാനം അവൻ ക്ലാസ് വെച്ച് പൊതുവായിട്ട് സമ്മതിക്കേണ്ടി വന്നു. എനിക്കറിയത്തില്ല. നിന്റെ കള്ളി പൊളിച്ച അവന്റെ എന്റെ ഇതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൊല്ലം നല്ല ഉഷാറായിരുന്നു. എല്ലാത്തിനും കയറി പേര് കൊടുക്കലായിരുന്നു. മറ്റേ ടേബിളോ ഫിലിംസ് ബൂഫ് അങ്ങനെയൊക്കെ ഇതിന് പേര് കൊടുത്തോണ്ടിരിക്കുക. വെറുതെ ഒരു ഓളം ആ സമയത്ത്. അപ്പൊ കേരളയിലൊക്കെ എന്തൊക്കെയോ വർക്ക് ആവണുണ്ട്, അങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ഗിറ്റാറിന് പേര് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ മത്സരമാണ്. അപ്പൊ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇത് നടക്കുന്ന സമയത്തായിരുന്നു ഗിറ്റാറിന്റെ കോമ്പറ്റീഷൻ നടന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു പോട്ടെ. അപ്പൊ അതിന് ഫസ്റ്റ് കിട്ടിയിട്ട് ആ ചെക്കന് ഇതൊക്കെ കിട്ടിയിട്ടാ. അപ്പൊ കോളേജിൽ അല്ല എന്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ജോൺ അവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ നടന്നത്. അപ്പൊ ജോണിന് മത്സരിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ മത്സരം അപ്പൊ ഞാൻ വന്നു, അങ്ങനെ വേണമെന്നില്ല, അവന് കൊടുത്തോട്ടെ, നമുക്ക് വായിക്കറിയാം, നമുക്കറിയാൻ പാടില്ല, എന്തിനു ഇതിനിടയിലൊരു മത്സരം. അപ്പൊ ഇല്ല പറ്റില്ല മത്സരം. അതെന്റെ ക്ലാസ്സിലൊരു പെൺകുട്ടിയൊക്കെ അവരെ ക്ലാസ് റെപ്പ് അവളൊക്കെ ആയിരുന്നു. അപ്പൊ അവളൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. മത്സരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ പോയിന്റ് പോയത്. ഇത് സംഘാടകരുടെ അവസ്ഥയാണ്. ഇവിടെ ഈ ഒരു പരിപാടി നടക്കുമ്പോ അതില് മത്സരിക്കുന്ന വേറെ അതൊരു പരിപാടി ആദ്യം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയോ ഊരി പോകുന്നു. ഏറ്റവും തമാശ അപ്പൊ എല്ലാരും വന്നിരിക്കും ഇത് കാണാൻ. എന്നിട്ട് അവൻ വീണ്ടും വായിക്കും. അവൻ സൂപ്പറായിട്ട് വായിച്ചിട്ട് വന്നിട്ട് ഞാൻ കയറി വായിക്കണം. അടുത്ത വർഷം മോർഷെങ്കിൽ എടുത്തോളാം. ഞാൻ എല്ലാ കൊല്ലം ലളിതഗാനത്തിന് ഇതുപോലെ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം, ഒറ്റയ്ക്കൊന്ന് പാടി നോക്കാം. പിന്നെ ഈ പറഞ്ഞ ക്ലാസ്സില് നമ്മുടെ സ്കൂളിലാണ് കോളേജിലാണ് സ്കൂളിൽ പിന്നെ കോളേജിലൊന്നും അതിനുള്ള ധൈര്യം ഇല്ല. അപ്പം ഈ ക്ലാസ് ടീച്ചർമാർക്ക് ആ ഒരു ഈ പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു വാശിയുണ്ടല്ലോ, നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ ഇത്രയും എല്ലാത്തിനും പങ്കെടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ പ്രൈസ് അടിക്കണം എന്നൊക്കെ. അപ്പം അവർ നോക്കുമ്പം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ എന്തിനൊക്കെ പോകണം. അപ്പം ഈ പറഞ്ഞ നമ്മളെ കുറച്ച് നിർബന്ധിക്കുന്ന, പിന്നെ ഞാനും ആ ഒരു പോയിന്റ് ആയിരിക്കും ചെയ്യാം, എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എല്ലാ കൊല്ലം പോയി ലളിതഗാനത്തിന് പേര് കൊടുക്കും. എന്നിട്ട് മറ്റേ ഇത് വിളിക്കും, മറ്റേ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ പേര് തന്നെയാണല്ലോ വിളിക്കുന്നത്. അപ്പം ആദ്യം മറ്റേ ഫസ്റ്റ് കോൾ വിളിക്കും. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ കഞ്ഞിപ്പരയുടെ സെക്കൻഡ് കോൾ. അപ്പൊ അതിലെ ടീച്ചറോട് നിന്റെ പേരല്ലേ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കൊല്ലം മുങ്ങും. എല്ലാ കൊല്ലം. പിന്നെ അവിടെ മറ്റേ ഈ മറ്റേ കഞ്ഞിപ്പരല് അവിടെ മറ്റേ ഞാൻ പഠിച്ച മറ്റേ എയ്ഡഡ് സ്കൂളിൽ. അപ്പൊ അവിടെ ഈ പിള്ളേർക്ക് ഈ അരി കൊടുക്കും. ഈ വരുന്ന എനിക്ക് ഒന്ന് കൂടുതൽ വരുന്ന അരി എന്തോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടി പിള്ളേർക്ക് കൊടുത്ത് വിടണം എന്നു തോന്നല്ലേ. അതെ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അതിനൊരു ചാർജുള്ള ടീച്ചറുണ്ട്. അപ്പൊ ടീച്ചറിന്റെ ഫേവറേറ്റ് 2-3 സ്റ്റുഡൻസിനാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കണത്. നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു 3-4
ഇത് പോവും, മറ്റേ പീരീഡ് പോയി കിട്ടും. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ പോയി. അപ്പൊ ഞാൻ ലളിതഗാനമൊക്കെ ഉള്ളപ്പോ വേറൊരു വർഷം ഞാൻ അരി തൂക്കി കൊടുത്തോണ്ടിരിക്കുക. പിള്ളേരൊക്കെ പറയും ചേട്ടന്റെ പേര് ഇതിപ്പോ അവിടെ ഒരു ഇതായിട്ടുണ്ടാവില്ലേ, ഒരു ചടങ്ങായിട്ടുണ്ടാവില്ലേ ഇപ്പോഴും മഹാദേവൻ ചടങ്ങ എല്ലാ വർഷവും കൊടുക്കും. പടം പേടിയാ. സ്കൂൾ സമയത്തൊന്നും ഞാൻ ആർട്സ് ആ പരിസരത്തേക്ക് തന്നെ പോയില്ല. എന്റെ മുടക്കുള്ള ദിവസമാണ് അത്. ഞാനിതൊരു അച്ഛൻ്റെ മുന്നേ ചെറുതാണ് പാട്ട്. ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ മറ്റേ അഡ്മിഷന്റെ പ്രോസസ്സിൽ ഈ പറഞ്ഞ HOD മറ്റേ പ്രിൻസിപ്പളും ഉണ്ടായിരുന്നു തോന്നുന്നു, പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സാറ് എല്ലാവരും ഇരുന്നിട്ട് നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട്, അപ്പൊ അങ്ങനെ സാറിന് ക്രിക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ സാറ് വെച്ച് ക്രിക്കറ്റ് കളിക്കുമോ? ഞാൻ പറഞ്ഞു ഇല്ല. അത് ക്രിക്കറ്റ് കളിക്കൂലേ? അപ്പൊ മാർക്ക് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് മാർക്കും ഇല്ല, ക്രിക്കറ്റും കളിക്കൂല. ഇവനെന്തിനെടുക്കണം? +2 കുറച്ച് ഉറപ്പായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു വന്നപ്പോ എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പക്ഷെ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പരിപാടി ഇരിക്കണത് വേറെ സൈഡിലൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ പിന്നെ അവസാനം പാട്ട് പാടും. അച്ഛൻ സൈഡിൽ ഇരിക്കുക. അപ്പൊ ഞാൻ ഓർത്തു എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ ഓർത്ത് പാടും. അപ്പൊ അവര് എന്നൊരു പാട്ട് പാടാൻ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ പാട്ട് പാടിക്കാൻ നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അവസാനം നമ്മളോർത്ത് മുന്നോട്ടുള്ള ഗോള് എന്തായിരിക്കും അങ്ങനത്തെ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടിരിക്കും. അപ്പോഴേ പാട്ട് പാടാൻ പറ്റും. അപ്പോഴത്തേക്ക് പിന്നെ 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 അച്ഛൻ കേട്ടിട്ടുണ്ടോ? അച്ഛന്റെ കോൺഫിഡൻസ് അല്ലേ പാട്. വെറുതെ അച്ഛനിങ്ങനെ നമ്മൾ കുറഞ്ഞു പോയിരുന്നല്ലോ. ക്രിക്കറ്റ് കളിക്കാറില്ല, പാടി പാട് ആകൂടെ. ഞാൻ പാടി. എന്നിട്ട് നിനക്ക് അഡ്മിഷൻ കിട്ടി? ഏത് പാട്ട് പാടി? ഇല്ല ഞാൻ പറയൂല. പാട്ട് പറ. പാട്ട് പാടാൻ ഞാൻ മറ്റേ കലിക്കകത്ത് ചില്ലുറാതിൽ വിളക്ക് പാട്ട് പാടി. കൂടെ പാടിയല്ലോ. ഇത് മറ്റേ അമ്മയില് ലാലേട്ടർ അല്ലല്ല, ഇപ്പൊ പോഡ്കാസ്റ്റില് അവരെല്ലാരും കൂടി പിന്നെ എല്ലാരും പാടി. പാട്ടായിരുന്നു എപ്പിസോഡ് മുഴുവൻ. അതുകൊണ്ടാണ് നമ്മളിന്ന് പാട്ടെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അതിലേക്ക് വന്നല്ലേ നമ്മള് എപ്പിസോഡാ? ഇല്ല, എനിക്കാണെങ്കിൽ നമുക്ക് പണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. 5 തൊട്ട് 8 വരെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ്, ഒരു മ്യൂസിക് നമുക്ക് മ്യൂസിക് ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് എല്ലാ മാസം ഒരു പാട്ട് പഠിപ്പിച്ചിട്ട് എക്സാമിന് നമ്മൾ ആ പാട്ട് പാടണം. എക്സാമിന് ഗ്രേഡ്. എനിക്ക് എപ്പോഴും ലിറിക്സ് തെറ്റിപ്പോയി. ലിറിക്സ് തെറ്റാതെ പാടാൻ പറ്റാതെ എന്നോട് ചോദിച്ചു ആതിര രാവിലെ ആതിര രാവിലെ. അപ്പൊ ചെറുതായിട്ട് ആതിര രാവിലെ ഇന്നലെ തുടങ്ങി പാടുന്നത് അങ്ങനെ. വിയറ്റ്നാം ഇങ്ങനൊരു പാട്ടുണ്ട്. ആതിര രാവിലെ ആണല്ലേ. സത്യം ലിറിക്സിലല്ല കാര്യം, അതിന്റെ ഫീൽ അതിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇതെന്റെ കൂട്ടുകാരന്മാരായിട്ട് തർക്കിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ടിൽ എൻജോയ് ചെയ്യുന്ന അതിന്റെ മ്യൂസിക് അല്ലേ? അല്ലേ? എനിക്ക് ലിറിക്സ് തലയിരിക്കും. ഞാൻ എന്തിനും ഇത്രയും പാട്ടിന്റെ ലിറിക്സ് കാണാൻ പഠിച്ചെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുമാതിരിപ്പെട്ട മിക്ക പാട്ടിന്റെ ലിറിക്സ് ഭയങ്കരമായിട്ട് അറിയാം. കാരണം ഞാൻ ഉറക്കപ്പാടില്ലേ മനസ്സിൽ പാടാറുണ്ട്. എന്റെ ഉള്ളിലൊരു പക്ഷെ അസംബ്ലിക്കൊക്കെ നിന്ന് ഈ പറഞ്ഞ ദേശഭക്തി ഗാനമൊക്കെ കൂടെ പാടുമ്പോ ഒരു ഫീല് കിട്ടുന്നുണ്ട്. സത്യം പറയാം, എനിക്ക് അത് ഒച്ചത്തില് നമുക്കറിയാം നമ്മൾ അത്ര വലിയ സിംഗർ ഒന്നും അല്ലാതെ, പക്ഷെ ആ കൂട്ടത്തില് പാടുമ്പോ ആരും ശ്രദ്ധിക്കില്ല. നിനക്കറിയില്ല, ബാക്കിയെല്ലാവർക്കും അറിയാം. അപ്പുറത്തൊക്കെ നിൽക്കണ ഞാൻ പാടുന്നതിന്റെ അതൊരു രസമാണ് കൂടെ പാടുമ്പോ. ബാത്റൂമിലെല്ലാരും പാടുമല്ലോ. ബാത്റൂമിൽ പാടാറില്ലേ? ബാത്റൂമിൽ പാടുന്ന വേറൊരു വൈബാ. എക്കോ ഒക്കെ അടിച്ചിട്ട് വേറൊരു ഭയങ്കര ഫീഡ്ബാക്ക് ഉണ്ട്, നമുക്ക് കിട്ടും. നമ്മുടെ പാട്ട് തെറ്റിയതൊക്കെ മനസ്സിലാവും. പാട്ട് കൂടെ ഞാൻ ഇയർഫോണിൽ പാട്ട് വെച്ചിട്ടിരുന്ന് ഇങ്ങനെ ഉറക്കെ പാടും. ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയെ ഓട്ടിക്കാൻ ഞാൻ പാടിക്കൊണ്ടാണ് ഓട്ടിക്കണം. കേക്കണ്ടല്ലോ, തിരിച്ച് ചെറിയായിട്ടാലും ഞാൻ അടുത്ത എത്തിയല്ലോ. വണ്ടി പോകുമ്പോൾ എസ്പെഷ്യലി ഡ്രൈവ് ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ പാട്ട് പാടിപ്പോ അത് ഒറ്റയ്ക്ക് ആവുമ്പോ കേട്ടോ അത് എന്റെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അടിപൊളിയായിട്ട് പാടുന്നവരാ. എന്റെ അപ്പൻ തിരക്കില്ലാണ്ടൊക്കെ പാട്ട് പാടും. വീടിന്റെ അവിടെ ഉള്ള പാടൻ
അല്ല അതാ പറഞ്ഞ അത് കാരണം അവിടെ ഞാൻ അവർക്ക് ഇതല്ല. അപ്പൊ നീ അല്ലെങ്കിൽ സിംഗർ അല്ലല്ലോ. അല്ലാന്ന് അതാ പറഞ്ഞത്. അവൻ പറഞ്ഞത് എല്ലാ മക്കളും സ്റ്റാർ സിംഗറാന്ന് അറിയില്ല. അപ്പൊ അവർക്ക് അത്യാവശ്യം സെൻസ് ഉണ്ട്. ഇത് അതല്ല സാധനം എന്നറിയാനുള്ളത്. അപ്പൊ ആ വീടിന്റെ അവിടുത്തെ പിള്ളേര് കൂട്ടുകാര് അത്യാവശ്യം നന്നായിട്ട് പാടി. രവിശങ്കർ എന്നൊക്കെ പറയണ അവനൊക്കെ അവിടെ ഞങ്ങളുടെ അവിടുത്തെ പേരാവന സ്കൂളിലെ മെയിൻ സിംഗർ പരിപാടിയൊക്കെയാണ്. അത് കാരണം അവിടുത്തെ കള്ളുടിയിലും പാട്ടൊരു അവസാനം അവിടെ വർത്താനത്തിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഒരു 2-3 പെഗ്ഗൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ രവിയുടെ സൈഡിൽ നിന്ന് സ്ഥിരം കുറേ പാട്ടുകളുണ്ട്. വണ്ണാത്തിപ്പുഴയുടെ അവൻ പാടുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ആ പാട്ടിൽ അങ്ങോട്ട് തുടങ്ങും. പിന്നെ ബാക്കിയും ഈ പറയണ പോലെ കുറേ നന്നായി പാടുന്നവരുണ്ട് നല്ല രസമായിട്ട്. അപ്പൊ അവിടെ നമ്മളോട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ നമ്മളെ കൂടെ പാടും. അത് കഴിഞ്ഞ് ഇതിന്റെ കുറച്ച് രസമുള്ള ഭാഗങ്ങളില്ലേ അത് ഈ പാട്ടിന്റെ ഇടയിൽ ഇങ്ങനെ അടിക്കും. ഞാൻ പാടിക്കോളാം, കൂടെ പിടിക്കരുത്, നമ്മൾ ഇതൊന്നും എടുത്തിട്ട് അടുത്തത് കൂടെ പിടിക്കും. എനിക്ക് അത് ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് വലിയ താല്പര്യമില്ല സത്യം പറഞ്ഞ. നമ്മളാ ഒരു ഫീലിലൊക്കെ കൂടെ പിടിക്കും. അയ്യേ അത് നീ ഒന്ന് മാറി കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ് അത്. അവര് സൂപ്പറായിട്ട് പാടുന്നതിന്റെ ശൈലി പിന്നെ പാടും അതിലങ്ങനെ ഒന്നുമില്ല. അല്ല പുള്ളിയുടെ ഒരു സാധനം വേറെ ആയിരിക്കും. പുള്ളി ഭയങ്കര ഫീലിൽ പാടാൻ നല്ലൊരു സാധനല്ലേ വരണേ, നീ നശിപ്പിക്കല്ലേ. അങ്ങനെ അപ്പൊ വീടിന്റെ അവിടെ പാട്ട് ഭയങ്കര രസകരമായ. എനിക്കൊന്ന് ഒട്ടുമിക്ക ബാച്ചിലേഴ്സിനും ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഫ്ലാറ്റ് കിട്ടാത്ത വീട് കിട്ടാത്ത പ്രശ്നം ഉണ്ടാകുന്ന ഈ ഒരു പരിപാടിയുണ്ട്. ഫണ്ണാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ അവിടെയാണ് നീ കൂടെ പാടുമ്പോൾ പ്രശ്നം. അവിടെ രവി ഒറ്റയ്ക്ക് പാടി നല്ല രസമാണ്. അപ്പുറത്തിരിക്കുന്നവന് കേൾക്കാനൊരു രസം. എന്റെ വീടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ അതിനൊന്നുമില്ലല്ലോ. അല്ല എന്റെ വീടിന്റെ താഴ്ത്തിരിക്കുന്ന ഒരു അമ്മ പറയുന്നത് ആ രവിയുടെ പാട്ട് നല്ല രസമായിരുന്നു, അല്ലാണ്ട് കള്ളുകൂടി കഴിഞ്ഞു പോകുമ്പോ ഭയങ്കര ഇതായിരുന്നു എന്ന് അറിയില്ല. അത് വൃത്തിയായിരുന്നു. നീ അങ്ങനത്തെ സഭയിലിരിക്കും ഈ സാധനം ഇറക്കും. ഇത് സൗണ്ട് ഉണ്ടാക്കുന്നല്ലേ ഉള്ളൂ, വായിക്കാറിയില്ലല്ലോ. സംഗീതം എന്തായാലും നമ്മൾ വിചാരിച്ചു. സംഗീതം എന്ന കടല എന്തോന്ന്, സംഗീതം എന്ന ആനന്ദസാഗരത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് ഇത് അതെല്ലാ ടൂറിലും അവസാനം ഗതി കേട്ടിട്ടുള്ള ഒരു സാധനം. ഓ ഞാൻ ലൈൻ ബസ്സിലായിരുന്നു, അതിൽ അന്താക്ഷരി കണ്ടക്ടർ പാടും മയ്യൊക്കെ ഇറങ്ങി നിൽക്കണം. അല്ല പക്ഷേ ഈ ലൈൻ ബസ്സിലൊക്കെ നല്ല അടിപൊളി പ്ലേലിസ്റ്റ് ഉണ്ട് ഇല്ലേ? ഒരു പഴയകാലത്ത് പെട്ട പോലെയാണ്. എനിക്കൊന്ന് പണ്ട് കുടുങ്ങിയ ഒരു CD അതിനകത്ത് തന്നെ കിടക്കുന്ന പോലെ ഇപ്പോഴും ചില ബസ്സിൽ കയറുമ്പോ ചില ഹിന്ദി പാട്ടുകളുണ്ട്. ഞാനും ബാംഗ്ലൂർ പഠിക്കുമ്പോ ഇതുപോലെ ബസ്സിൽ പോകുമ്പോഴത്തേക്ക് കിടിലം കന്നഡ പാട്ട് കേൾക്കും. അപ്പൊ നമുക്കല്ലാതെ ഇതുവരെ നമ്മള് കന്നഡ പടം കണ്ടിട്ടോ ഇല്ല. എനിക്ക് അവിടുത്തെ ഒരു സ്റ്റാർസിനെ അറിയത്തില്ല. പിന്നെ അവിടെ പോയി കുറച്ചാൾ നിന്നപ്പോ 2 ദിവസം നിന്നപ്പോ അറിയാം. ഈ പറഞ്ഞ പാട്ടുകളും അറിയത്തില്ല, പക്ഷെ കന്നഡയിൽ കിടിലം കുറെ പാട്ടുണ്ട്. എനിക്കൊരു കന്നഡ പാട്ട് കാണാൻ അറിയാം, മറ്റേ നിന്നിന്തലേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പാടാത്തോണ്ട് പാടാത്ത സാഗരയല്ലോ എന്തോ ആ സിനിമയിൽ ഒരു ടൈറ്റിൽ ട്രാക്ക് പോലെ ഒരു സാധനം സൈഡ് എ എന്ന് പറഞ്ഞിട്ട് അതൊരു നല്ല മറ്റേ മരിച്ചുപോയ അപ്പു പുനീത് രാജ്കുമാർ പടത്തിലെ പാട്ടാണ് ഇത്. ഭയങ്കര ഹിറ്റ് മലയാളത്തിൽ ഈ പാട്ട് ആണോ? ഞാനിതിന്റെ കന്നഡ കേട്ടിട്ട് ഞാൻ ക്ലാസ്സിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട് കന്നഡയിൽ. അതിന്റെ വീഡിയോ ഉണ്ട് എന്റെ, അത് വേണ്ടി അടിച്ച് അത് കേട്ട് കന്നഡക്കാർക്ക് പുളക കൊണ്ടുണ്ടല്ലോ മലയാളി വന്നിട്ട്. ഓ അവിടെ ബാംഗ്ലൂർ പോയിട്ടില്ലേ? ഓ അത് പൊളി പരിപാടിക്കല്ല, ചുമ്മാ കയറിയിട്ട് ഷൈൻ ചെയ്യാണ്. ഇതെന്താണ് ചാർട്ട് പേപ്പർ പടക്കി പിടിച്ചിട്ട് ഇത് വെച്ചിട്ടാണ് പാടുന്നത്. ഒരു ചെറിയ ചാൻസ് കിടക്കാണ് പിള്ളേരെ ഇംപ്രസ് ചെയ്യാൻ. അതുകൊണ്ടാണ് മാധവൻ ഇത്ര ഫാൻസ് കിട്ടും. അത് എടുത്തി പോയിരിക്കും. അപ്പൊ അത് പാടുന്ന വീഡിയോ. പിന്നെ ഈ പാട്ടിന്റെ കാര്യം, പ്ലേലിസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഫേസ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ
നമ്മൾ ലൈറ്റ് സോങ്സ് ഇടുമ്പോ ചിലപ്പോ നമ്മൾ പല മൂഡിൽ ഇരിക്കുമ്പോ ഇടുന്ന സോങ്സ് ആയിരിക്കും. പിന്നെ നമ്മളിത് ഇടയ്ക്ക് വല്ലതൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോണ്ടിരിക്കുമ്പോ ആദ്യം വൻ റൊമാൻറ്റിക് മൂഡ് ഇങ്ങനെ പോകുമ്പോഴേ പിന്നെ അടുത്ത ശോകം, അടുത്ത വേറെ, അങ്ങനെ അത് ഭയങ്കര ഒരു ഞാൻ ഈ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കില്ല. ഞാൻ യൂട്യൂബ് എന്താ തരണേന്ന് നോക്കും. ആ ഒരു ഇതില്ല, നമ്മൾ റേഡിയോയിൽ പാട്ട് കേൾക്കണതിന്റെ ഒരു സുഖമില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പാട്ട് കേൾക്കില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് സർപ്രൈസിങ് ഇതായിട്ട് റേഡിയോയിലെ പാട്ട് വിട്ടുകൊടുക്കും. അതെ, നമ്മുടെ ഇഷ്ടം അവർക്കറിയാം. നേരത്തെ പറഞ്ഞ സ്പോട്ടിഫൈയിലും അല്ല മറ്റേ ബമ്പിളിൽ സ്പോട്ടിഫൈ ആഡ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ചില പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ചിലപ്പോ ഒരു 90% ആൾക്കാർക്ക് ഇഷ്ടമല്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പാട്ട് അത് ആൾക്കാർക്ക് കേൾക്കുമ്പോ അയ്യെന്ന് തോന്നുന്ന ചില പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈയിടെ മറ്റേ ഇപ്പം പിന്നെയും കുറച്ചുകൂടെ ട്രെൻഡ് ആയിട്ടുണ്ട് മറ്റേ കപ്പൽ മുതലാളിക്കാത്തൊരു പാട്ടുണ്ട് ഇതുവരെ. എനിക്ക് ഇടയ്ക്കത്തെ പോഷനൊക്കെ ഭയങ്കര ഞാൻ ആസ്വദിച്ചു. ഭയങ്കര കുറെ നല്ല സാധനമുണ്ട്. അതിന്റെ ഒരു ഹൈപ്പിച്ചൊക്കെ പോണ സാധനമൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനത്തെ കുറെ ഫേവറേറ്റ് പാട്ടുകൾ. പിന്നെ എനിക്ക് വിനീത് പാടി അങ്ങനത്തെ കുറെ പാട്ടുകളുണ്ട്. ഇവനതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കുറെ സിനിമകൾ ഇവന്റെ ഭയങ്കര ഫേവറേറ്റ്. എനിക്കറിയത്തില്ല, അത് ചിലപ്പോ അതിനകത്ത് അത് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള മിക്ക പാട്ടുകളും വിനീത് ശ്രീനിവാസൻ പാടിയതാണ്. പുള്ളി എനിക്ക് ചിലപ്പോ തുറന്നു പാടാൻ പറ്റാത്തോണ്ട്, അല്ലല്ല എനിക്ക് തുറന്നു പാടാൻ പറ്റാത്തോണ്ടായിരിക്കും. പുള്ളി ഭയങ്കര തുറന്നല്ലേ പാടണം. പുള്ളിയുടെ ആ ഒരു പഴയ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണ പാട്ടാണെന്നാണ്. അല്ല സത്യത്തിൽ പുള്ളി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യണ പാട്ടാണെന്നാണ്. ഇല്ല, പുള്ളിയുടെ ഒരു ഇടക്കാലത്തെ ഒരു സൗണ്ട് വേറെ സൗണ്ട് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ സൗണ്ട്. ഇപ്പോഴും മോശമൊന്നുമല്ല, പക്ഷെ ആ സൗണ്ട് എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ ഇങ്ങനത്തെ പാട്ടുകൾ മറ്റേ ജിമിക്കി കമ്മല് കരിയറിന്റെ തുടക്കത്തിലുള്ള ആ സമയമാണ്. കരിയറിന്റെ തുടക്കത്തിലുള്ള സലീംകുമാറിന്റെ ഒരു ആൽബം ഒക്കെ ഇല്ലേ, അതൊക്കെ പാടുമ്പോഴത്തെ ഒരു സൗണ്ട് ഇല്ലേ ആ സമയത്ത്. ആദ്യത്തെ മെയിൻ പാട്ട് ഏത് പലവട്ടം കാത്ത് അല്ല, ഇത് കരളിന്റെ പാട്ട്. ഏറ്റവും കൂടുതൽ ഹിറ്റ് വന്നിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ. നമ്മൾ ഏത് നല്ല പാട്ട് എടുത്താലും അത് വിനീത് ശ്രീനിവാസന്റെ പാട്ടില്ല. ജിമിക്കി കമ്മല്, കുടുക്ക്, നമ്മുടെ യൂത്തിന്റെ വൈബ് ഇങ്ങോട്ട് പിടിക്കാൻ പുള്ളിക്ക് വേറൊരു കഴിവുണ്ടല്ലോ. മ്യൂസിക്കിൽ ആള് ഭയങ്കര കഴിവുള്ള ആള്. സിനിമ വിജയിപ്പിക്കുന്ന മ്യൂസിക്കിലാ. പുള്ളിയുടെ പാട്ട് ആ പടം മൊത്തം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, അടിപൊളി. സത്യം ഞാപകം നമ്മൾ എന്തൊക്കെ കളിയാക്കും പറഞ്ഞാല് ഞാൻ ഒരു ദിവസം ഞാപകം ഒറ്റയ്ക്ക് ഇയർബഡ്സ് കേട്ടിട്ട് കരഞ്ഞ്. ഞാപകത്തിന് ഭയങ്കര ഫീലാണ് ശരിക്കും. അതിങ്ങനെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിപ്രസരം ഞാപകത്തിന്റെ ഞാപകം വരുന്ന പാട്ടൊക്കെ ഇനി ആരെഴുതും? ഞാപകം പാട്ടൊക്കെ ഇനി ആരെഴുതും? ആ സീനിലുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊക്കെ OTT-ലിരുന്ന് കാണുമ്പോ തരിക്കും. പക്ഷെ തിയേറ്ററിലെ ഓളത്തിലിരുന്ന് നമ്മൾ കാണുകയും ചെയ്തു. രണ്ടുപേരും ആൾക്കാരെ പറ്റിക്കാൻ പിടിക്കുന്നവരല്ലേ വിനീത് ശ്രീനിവാസനും. ഇല്ല പാട്ട് ഭയങ്കര. ഇപ്പൊ ഓഫീസർ ഓൺ അടിപൊളിയല്ലേ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലും അവര് ചേസൊക്കെ പോകുമ്പോ മ്യൂസിക് കണ്ടിട്ടില്ല, കാണണം. മ്യൂസിക് ഭയങ്കര ശരിക്കും സിനിമയിലൊരു എലിവേഷൻ കൊണ്ടുവരുന്ന മ്യൂസിക്കാണ്. അതെ അതെ. ഇപ്പൊ സ്റ്റാൻഡപ്പിന്റെ ഒരു ലിമിറ്റേഷൻ അതാണല്ലോ, മ്യൂസിക് ഇടാൻ പറ്റില്ലല്ലോ അല്ലേ. കഥാപ്രസംഗം അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന ആൾക്കാരില്ലേ, മ്യൂസിക്കും സ്റ്റാൻഡപ്പും കൂടെ. മ്യൂസിക് ഇടാറുണ്ടല്ലോ. എന്തൊരു വണ്ടർലാൻഡ് ഒരു പുള്ളിയിലൊരു അലക്സാണ്ടർ. അത് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി അല്ലേ പാട്ട് ചിലപ്പോ ഹിറ്റ്. ഞാനിപ്പോ ഒരു കാര്യം ഈ വിനായക് ശശികുമാറിന്റെ ലിറിക്സ് ഒക്കെ ഭയങ്കര ഫണ്ണി ലിറിക്സ് അല്ലേ. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇലിമിനാറ്റിയുടെ ലിറിക്സിന്റെ ഒരു എഫക്റ്റും കൂടെ അല്ലേ ആ പാട്ട്. അത് പക്ഷെ കുറെ പേർക്ക് അത് അതിനെ സീരിയസ് എഴുത്തുകാർക്ക് ഭയങ്കര പുച്ഛണ്ട് ഇതിനെ. ഈ ഇലിമിനാറ്റി വരികള് പക്ഷെ അതെല്ലാ കാലത്തുണ്ട്. പള്ളിയിൽ അച്ഛൻ പറഞ്ഞല്ലോ പിള്ളേരൊക്കെ പാടുന്ന എന്താ ഇലുമിനാറ്റി ചോര കൊണ്ട് ജ്യൂസ് അടിക്കും സോഡാ സർബത്ത്. അതൊരു 3-4 പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിലച്ഛൻ. അയാള് പഴയ പാട്ടിനും ഇന്നത്തെ പാട്ടുകളുടെയും ആ ഒരു വരികളിലെ ലാളിത്യം, അതിലെ പ്രണയം, അതിൽ പ്രണയമുണ്ട്, ഇതിൽ പ്രണയമല്ല. ഇതൊക്കെ കാരണം ഇന്ന് ആൾക്കാർ നഷ്ടപ്പെട്ടപ്പോ കുത്തി കൊല്ലാൻ പോണത്. അതിലേതൊരു പാട്ട്, പഴയൊരു പാട്ട് പറയും ഭയങ്കര രസമുള്ള വരികൾ. അപ്പോൾ അവർക്കൊക്കെ ഇതിനെ ചെറിയ തോതിൽ
ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ മ്യൂസിക്കിലേറ്റവും നമ്മള് കൂട്ടുകാരായിട്ട് വന്നിട്ടുണ്ട്. എന്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ മ്യൂസിക് പ്രൊഡ്യൂസറാണ്, അവൻ സ്വന്തമായിട്ട് കമ്പോസ് ഒക്കെ ചെയ്യും. അപ്പം അവനും വേറൊരു നമ്മളിങ്ങനെ വെറുതെ ചുമ്മാ റൂമിൽ നമ്മൾ ഈ പറഞ്ഞ മ്യൂസിക് പഠിക്കുമ്പോൾ ഉള്ള റൂമിൽ വെറുതെ ഡിസ്കസ് ആ ഒരു ഡിബേറ്റിലോട്ട് പോകും. വെറുതെ തർക്കിക്കാൻ ഇഷ്ടമുള്ള രണ്ടുപേരാണ് ഈ റൂംമേറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവന്മാര് വല്ലപ്പോഴും ഇവർക്ക് ഒരു അഭിപ്രായം വരാറുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും ഞാനും വേറൊരാൾ ഒരു ടീമായിരിക്കും, മറ്റേ ആളായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് വന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ ഈ പറഞ്ഞ മ്യൂസിക്കിലല്ല ലിറിക്സിലാണ് ഭയങ്കര കാര്യം ഇരിക്കണെന്നുള്ള ഇവന്മാരുടെ തർക്കത്തിലായിരുന്നു. അല്ല, ഞാൻ ശരിക്കും എനിക്കൊരു പാട്ട് ആദ്യം ഇഷ്ടപ്പെടുന്ന അതിന്റെ മ്യൂസിക് അല്ലേ, നമ്മള് പെട്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരനെ വന്നിട്ട് പെട്ടെന്ന് ഒരു സാധനമൊക്കെ ഇടുമ്പോ എന്തോ ഒരു ഭയങ്കര ഫീൽ. അപ്പൊ ആ ഒരു മ്യൂസിക്കിലാണ് അതിന്റെ ഒരു സാധനം ഇരുന്നെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവന്മാരിങ്ങനെ പറഞ്ഞപ്പോ ഇനി ഇതായിരിക്കുമോ എന്ന് ചിന്തിച്ച് ഞാൻ പിന്നെ തൊട്ട് ഈ ലിറിക്സ് ഞാൻ അറിയാതെ നമ്മളിത് കുറെ തവണ കേൾക്കുമ്പോൾ പഠിച്ചു പോകില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളെ ശ്രദ്ധിക്കുള്ളൂ, അപ്പോൾ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ. പിന്നെ ലിറിക്സ് ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ ആ പോയിന്റ് വിശ്വസിക്കുന്നത് ഫസ്റ്റ് സാധനം എപ്പോഴും മ്യൂസിക് തന്നെ, അത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പോയിന്റ് ഒന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ലിറിക്സ് ഭയങ്കര സിമ്പിൾ ആയിട്ട്. അല്ല, പറയണന്റെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴാണ് ഈ ലിറിക്സ് സാധാരണക്കാരന് കേട്ടാൽ മനസ്സിലാവുന്ന വല്ലാത്തൊരു കവിതയുടെ സംഭവം എന്നല്ല. ഇപ്പൊ വിനായക ശശികുമാറിന്റെ പാട്ടുകളില് മറ്റേ ഇതിലത്തെ പാടില്ല, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റണ്ടേ? അതറിയാം കൃത്യം. അല്ല, പണ്ടത്തെ പാട്ടുകളൊക്കെ ചെറിയ തോതിൽ ഇതൊക്കെ തന്നെയായിരുന്നു. ഇന്ന് സോഫ്റ്റ് കമ്പിയല്ലേ ഏതറ മറ്റേ ആദരാഞ്ജലികളിലൊക്കെ ഉള്ള അതായത് സിമ്പിൾ ഫൺ സാധനമാണ്. നേരട്ടെ അത്യാവശ്യം നൈസ് സാധനമാണ്. അതിനകത്ത് എന്തോ ഒരു ഐ ഓപ്പണിംഗ് സാധനം ഉണ്ടെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോ കേൾക്കുമ്പോ എന്തോ ഒരു സാധനം ഉണ്ട് അതിനകത്ത്. അങ്ങനെയൊക്കെയാണോ? ലിറിക്സ് പിടിക്കാൻ പറ്റാത്തോണ്ടല്ലോ ഞാനിപ്പോ പാടുമായിരുന്നു, എനിക്ക് കോൺഷ്യസ് ആയി, അതുകൊണ്ട് ഞാൻ പാടാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ കഴിഞ്ഞ ഞാൻ പാട്ട് പാടുന്ന തുടക്കത്തിൽ പറഞ്ഞിട്ട് 2-3 സാധനം ഇടയ്ക്ക് മൂളിയേക്കണം നല്ല വൃത്തിയാണ്. ഞാനത് പാടണ്ട. ഞാനിപ്പോ ഈ ഹനുമാൻ കൈൻഡിന്റെ പക്ഷെ ഹനുമാൻ കൈൻഡ് പാടുന്നതിൽ നല്ല സംഗീതകരമായിട്ടാണ് പുള്ളി പാടുന്നത്. ആ ഒരു അപ്പും ഡൗണും ഫ്ലോ പറഞ്ഞതിലാണ് പുള്ളി. അല്ല, എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞിട്ട് ഇതിലത്തെ ഒരു 4 വരി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. തുടക്കം ഇംപ്രസിന്റെ എപ്പോഴും ആ ബീറ്റും സാധനങ്ങളൊക്കെ തന്നെയാണ്. വേടന്റെ ഭയങ്കര രസമാണ്. വേടന്റെ ലിറിക്സിലേക്ക് ആദ്യം തന്നെ ശ്രദ്ധ പോകും. അത് ഭയങ്കര അങ്ങനത്തെ വരികളാണ്. മറ്റേ ഇത് കുതന്ത്രത്തിന്റെ ലിറിക്സ് അടിപൊളിയല്ലേ. എനിക്ക് പിന്നെ ഈ പറഞ്ഞ ബേബിജിന്റെ പാട്ട് ലിറിക്സ് മനസ്സിലാവാറില്ല. പക്ഷെ എനിക്ക് പുള്ളിക്കാരന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് വൈബ് ഏകദേശം എല്ലാം ഒരേ പാറ്റേണും ആണ്. പക്ഷെ എന്തോ വേറൊരു മൂടാണ്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവർക്ക് എന്തിനാണ് ഇത്രയും ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തിന് ചെത്തിക്കളയും ചെത്തിക്കളയും ജ്യൂസ് അടിക്കുന്ന എന്തിന് നിനക്ക് ഇത്ര ദേഷ്യം? നേരിട്ട് കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നൈസ് ആൾക്കാരാണ്. ഇത്രക്ക് വയലൻസ് ഒന്നും അവരുടെ കയ്യിലില്ല. എവിടെന്നാണ് ഇതൊക്കെ വരുന്നത്? വേടന്റെ കേസിൽ അങ്ങനെയല്ല. ആളുടെ ഒരു സ്ട്രഗിളിന്റെയും ഇതിന്റെയും ഇത് എപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാളുടെ കയ്യിൽ നിന്ന് അത് വരുന്നത് അത് കുറച്ച് വിപ്ലവം സാധനങ്ങളൊക്കെ തന്നെയാണ് ആളെപ്പോഴും കൊണ്ടുവരുന്ന സാധനം. അത് കാരണം അതിന് പക്ഷെ അല്ലാതെ ഇത് പറയാൻ വേണ്ടി പറയുന്ന ആൾക്കാർ കുറെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും എനിക്ക് തോന്നുന്നു. നമ്മുടെ കോമഡിയിലും ദേഷ്യമില്ലേ? ആരോട് ദേഷ്യം? കോമഡി പറയുമ്പോ ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യമുണ്ട്. കോമഡി കേട്ടത് പലർക്കും ദേഷ്യം വരാറുണ്ട്. അല്ലാണ്ട് കോമഡിയിൽ വേറെ ദേഷ്യങ്ങൾ ഉണ്ടാവാറില്ല. അല്ല, നമ്മളും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കുത്തി കയറ്റാൻ നോക്കും. അതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് തിരിച്ചും നല്ല മറുപടി കിട്ടാം. നമ്മള് ചിലപ്പോ പ്രതികരിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങൾ എടുത്തിടാറില്ലേ? ഒന്ന് പ്രതികരിച്ചായിരുന്നു ഇലക്ഷന്റെ സമയത്ത്. അതേ പിന്നെ ഒരുത്തൻ എപ്പോഴും വന്ന് മണിപ്പൂർ ജോ എന്ത് ചെയ്താലും താഴെ വന്നിട്ട് ജോ മണിപ്പൂരിലാണ്. ഞാൻ അവന്റെ ഡെഡിക്കേഷൻ ആലോചിച്ച് നോക്കാം. മണിപ്പൂർ എന്തിന്റെ വിശേഷം? ഇപ്പോൾ ഉറപ്പായി ജോ ഒരു വർഗീയവാദി തന്നെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സാധനങ്ങളുണ്ട്. നമ്മളിത് ചെയ്യുമ്പോ നമ്മള് രാഷ്ട്രീയം ഇല്ലല്ലോ. നമ്മൾ ഇന്ന് ഈ പാർട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം മറ്റേ പാർട്ടിയെ നമ്മൾ പറയും എന്ന് പറഞ്ഞു. നമ്മള് വീഡിയോ ഇറക്കാത്തതുകൊണ്ട് മറ്റേത് മാത്രം കിടക്കുക. നമ്മള് ബാക്കി പറഞ്ഞത് ആരും ഒന്നും കേട്ടിട്ടില്ല. പിന്നെ ഇതുപോലെ ഡെഡിക്കേഷനുള്ള വേറൊരുത്തരുണ്ട്. നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ വന്നിട്ട്
അതായത് ആൾക്കാർക്ക് പ്രതികരിക്കാനുള്ള ഓപ്ഷൻ അതിനകത്ത് ഇമോജീസ് ഇട്ടിട്ട് മാത്രമാണ്. ഒരു ബിക്കിനി ഇടണം. ബിക്കിനി പുള്ളി വന്നിട്ട് ബിക്കിനി ഇടും. അപ്പൊ ഞാൻ ഇടയ്ക്ക് നോക്കി ഇവ വന്നില്ലേ, ഞാൻ ആലോചിക്കും ടെൻഷനായിട്ട് പാടില്ല, അവൻ മരിച്ചുപോയോ ബിക്കിനി ഇടണോട്ടാ അടുത്ത പോസ്റ്റ്. അവനിത് കാണുമെന്ന് തോന്നില്ല, അവൻ ബ്രോഡ്കാസ്റ്റ് മാത്രമേ കാണുള്ളൂ. അല്ല ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ പാട്ട് പോപ്പുലർ ആവുന്ന ഇൻസ്റ്റാഗ്രാം വരികയാണല്ലോ. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മള് ഏതൊരു പേര് അതായത് നമ്മള് രാവിലെ കിടന്നുറങ്ങുമ്പോ ജോണിന്റെ സൈഡിൽ കിടന്ന് റീല് കാണുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മള് ലൂപ്പിലാണ് ഇപ്പൊ. എന്നിട്ട് അത് എഡിറ്റ് കൊടുക്കണം, അത് എഡിറ്റ് കൊടുത്ത് എടുത്തിട്ട് പിന്നെ അത് അപ്പൊ നമ്മള് അനിരുദ്ധിന്റെ കോൺസേർട്ടിന് പോയിട്ടില്ലായിരുന്ന. അപ്പൊ ആദ്യത്തെ 2 മിനിറ്റ് ഒന്നും ആർക്കും പാട്ട് മനസ്സിലാവില്ല. പെട്ടെന്നാണ് മറ്റേ ഹുക്കിൽ അതായിരുന്നു 2 മിനിറ്റ് നമുക്ക് ആ 30 സെക്കൻഡ് അറിയും പാട്ട്, ബാക്കി ഫ്രണ്ടിലെ 2 മിനിറ്റ് ചിലതൊക്കെ കേൾക്കുമ്പോ ഓ ഇത് ഈ പാട്ടിലെ ആണല്ലേ എന്ന് തോന്നും. അങ്ങനെ എനിക്ക് ഈ പാട്ട് ഞാനിപ്പോ വർക്കൗട്ട് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കുമ്പോ ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പാട്ടടിച്ചു വിടും, അടുത്ത പാട്ടിലോട്ട് പോകും. കാരണം പുതിയ പാട്ട് തുടങ്ങുമ്പോഴേ നമ്മുടെ ഇമാജിനേഷൻ ഭയങ്കര ഓണായിരിക്കും. പാട്ട് കേൾക്കുക ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടേ പറയാൻ പറ്റും എനിക്കാണെങ്കിൽ ഈ മിന്നൽ മുരളിയില്ല നിറഞ്ഞ താരങ്ങൾ, അതാണ് ഞാനാണെങ്കിൽ MG ശ്രീകുമാറിന്റെ ഏറ്റവും കൂടുതൽ. ഞാൻ മക്കസായി കുറെ കേൾക്കും. നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഏതാ? നീ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് ഏതാണ്? അതേപോലെ സായ ബൈഗറിന്റെ ഇപ്പൊ റീസെന്റ് കേൾക്കുന്ന പുള്ളിയുടെ സായ ഭയങ്കർ കപ്പൽ മുതലാളി തന്നെ. അല്ലല്ല, എനിക്ക് സമയത്ത് ഒരു കറന്റ് ഫേവറേറ്റ് പാട്ട് കാണും. എനിക്ക് കൊറേ കാലം മറ്റേ വിധുമുഖിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മള് കൊറേ കേൾക്കുമായിരുന്നു മറ്റേ പടത്തില് മന്ദാകിനിക്കകത്ത്. അതായത് ഈ പറഞ്ഞ പോലെ കൊറേ നാളുകൂടി പാട്ട് നല്ലതായിരുന്നു. അല്ല ഗണപതിയാണ് നീ ശരിക്കും എനിക്ക് ആക്ച്വലി പ്ലേ ലിസ്റ്റ് ഷെയർ ചെയ്യണ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ അത് എന്റെ മ്യൂസിക് ടേസ്റ്റിൽ എനിക്ക് ഒട്ടും എനിക്ക് അതൊരു പോളിഷ്ഡ് ആയിട്ടുള്ള സാധനമല്ല. അല്ലെങ്കിൽ എനിക്ക് അതിനെ പറ്റി എന്റെ മ്യൂസിക് വാസന നല്ലതല്ല. ഇതന്നെ അപ്പുറത്തുള്ള ആളും ഇതൊക്കെ തന്നെ ആയിരിക്കും. അവര് തരുന്നത് 4-5 പാട്ടുണ്ട്, പക്ഷെ അതായിരിക്കില്ല ചിലപ്പോ ആള്. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇല്ല, എനിക്ക് പുതിയ പാട്ട് കേൾക്കണ ഇഷ്ടമല്ല. എനിക്ക് പഴയ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു പുതിയ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട്. അല്ല, പക്ഷെ നിനക്ക് ആ പാട്ടിട്ട് അസോസിയേറ്റഡ് അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നിനക്കൊരു നല്ല സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അതന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണോ? അത് എനിക്ക് മറ്റേ വഴിത്തുണി ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഡ്രാഗന്റെ പാട്ടല്ലേ നമ്മള് വീഡിയോ കാണാറില്ലേ? നീ പാട്ട് കേൾക്കാത്തതാ, നമ്മളെല്ലാ ദിവസം പ്ലേ ചെയ്യുന്നതാണ്. പുള്ളിക്കാരുടെ പേരെന്തായിരുന്നു? നമുക്കോ ആര് 2 പേരുടെ മിക്സ് പോലെ, പ്രയാഗ മാർട്ടിനും പിന്നെ മറ്റേ മമിത ബൈജിനെ കൂടെ മിക്സ് ചെയ്ത പോലെ. സുന്ദരിയാണ്, ശശിയാണ്. ജോൺ ജോക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എല്ലാ ദിവസം കാലത്ത് അതിന് പാട്ട് ഏതാന്ന് പോലും അറിയണില്ല. വീഡിയോ പ്ലേ ചെയ്യുന്ന എല്ലാ ദിവസവും ഈ പാട്ട് വെക്കാറുണ്ട്. എന്നിട്ട് പാട്ട് കേട്ടിട്ട് ഓ ഞാൻ കേട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ലിറിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ പിന്നെ എന്ത് ലിറിക്സ് ആണ് ശ്രദ്ധിക്കുന്നത്? എനിക്ക് എനിക്കെ പോലെ തന്നെ ഇഷ്ടമുള്ളവർ എനമോ ഏതോ ഇങ്ങോട്ട് മാറും.
അത് തമിഴ് പാട്ടുകൾ തമിഴ് പാട്ടില് 96-ന്റെ ഇടയിൽ കാലിനിടയിലെ അതുപോലെ തൂറൽ തൂറിക മഴത്തൂറൽ മഴ ഒരു തൂറൽ ഒരു സിനിമയുടെ തൂറൽ നിന്ന് പോച്ച്. നിന്ന് വെച്ച് പാട്ടു ട്രൈലോജിയാണ്. ഇത് നമ്മളൊരു ഫ്രാഞ്ചൈസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. മലയാളി എഴുതുന്നുണ്ടെങ്കിൽ എഴുതും കോൺസ്റ്റിപ്പേഷൻ തൂറൽ നിന്ന് വെച്ച്. ജോൺ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ട് ഏതായിരിക്കും? അതെങ്ങനെയാണ് അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വരാൻ തൂറൽ നിന്ന് വെച്ചില്ലെന്ന് എനിക്കറിയില്ല. പ്രണയിച്ചപ്പോൾ ഓടിക്കൊണ്ടിരുന്ന പാട്ട് അങ്ങനെ എനിക്ക് എപ്പോഴും ഒരു ഫിക്സഡ് ഒരു പ്ലേ ലിസ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് കുറെ പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. മേലെ മേലെ വാനൊക്കെ ഞാൻ കുറെ ആയിരുന്നു കേൾക്കണ പാട്ടാ. നമ്പർ 1 സ്നേഹതീരം. പിന്നെ ഒരു പഴയ ആത്മാവാണല്ലേ പുഴയ ഒരഴകുള്ള പെണ്ണ്, ആലുവ പുഴയ ഒരഴകുള്ള പെണ്ണ്. ഇപ്പൊ യൂട്യൂബ് ബ്ലാക്ക് പിന്നെ കുറെ പാട്ടുകളുണ്ട്. എനിക്ക് എല്ലാ ഇതും ഇഷ്ടമാണ്. പുതിയ സിനിമ ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്കപ്പിൽ പോയപ്പോ അപ്പൊ ഞാനത് കുറെ കേൾക്കും. അത് ഞാൻ ഇപ്പോഴും കേൾക്കുമ്പോ എനിക്ക് ആ മൂഡ് വരും. അതാണ് പറയാൻ ഇമോഷൻസ് അസോസിയേറ്റഡ് ആയിട്ട് കുറെ പാട്ടുകൾ. ഒരു ഇപ്പൊ വല്ലാണ്ട് ഞാനിപ്പോ ഒരു പാട്ട് വല്ലാണ്ട് കേൾക്കൂല. അതായത് ഇപ്പൊ വഴിത്തുണി എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ലിമിറ്റ് ചെയ്ത് കേൾക്കും. അല്ലെങ്കിൽ ഒരുപാട് കേട്ടി പാട്ട് വെറുത്തു. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അടിക്കാറുള്ള ഏറ്റവും ഇഷ്ടം അത് ചിലപ്പം ഇപ്പൊ ഞാൻ ബാഡ് അടിക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഒരു നമ്മളൊരു ബാഡ് സമയത്തോട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കേൾക്കണ പാട്ടുകള് പിന്നെ ചിലപ്പോ കണ്ണീർ പൂവിന്റെ തോടിങ്ങനെ ഞാൻ പറഞ്ഞ പോയിന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഒരു കാലത്ത് കേട്ടോണ്ടിരുന്ന പാട്ടുകള് കുറെ നാൾ കഴിഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും. ഇപ്പം അത് ചിലപ്പം ഞാൻ ഈ പറഞ്ഞ വേറെ ബാഡോ മറ്റേ ബ്രേക്കപ്പ് പരിപാടിയല്ല ഞാൻ അല്ലാതെ ഇപ്പം നമ്മുടെ കുട്ടനാട് ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചു നമ്മളിപ്പോൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആദ്യം ഓർക്കും ഹൈസ്കൂളിൽ പോകണ്ട, മഴയാണല്ലോ, ഇടിച്ചു കുത്തി മഴയൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറയും അച്ഛൻ. കാരണം ആ കാറ്റും മഴ ഇടിയും മൊത്തത്തിൽ റിസ്ക് ആണല്ലോ. അപ്പം നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ മഴ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുമ്പോൾ അവധിയാണേലും മഴയായിട്ട് വെള്ളം പൊങ്ങി അവധിയാണെങ്കിലും ആദ്യത്തെ 2 ദിവസമൊക്കെ ഇറങ്ങുള്ള പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പൈപ്പൊക്കെ തുറന്നു വിടുമായിരുന്നു. വെള്ളം ഇറങ്ങുമ്പോൾ മുറ്റത്ത് പൈപ്പ് തുറന്നിടും. കാരണം വെള്ളം പോകരുത്. അല്ല, പൈപ്പ് തുറന്നിരുന്ന വെള്ളം ഇറങ്ങുമ്പോൾ പേടിയാ. നമ്മള് മാക്സിമം കോൺട്രിബ്യൂട്ട് അത്ര ബുദ്ധിയുള്ളൂ. അപ്പം പക്ഷെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഒരു ലിമിറ്റിന് മേളിലോട്ടൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മള് മനസ്സിൽ പിന്നെ മഴ പെയ്യുമ്പോൾ സന്തോഷമൊന്നുമില്ല, തുടങ്ങും. അതൊരു എനിക്ക് തോന്നുന്നു കുട്ടനാട്ടിൽ ജീവിക്കണ എല്ലാവരുടെയും ചെറിയ ടാസ്ക് പരിപാടിയായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ എനിക്ക് ഈ വെള്ളം കയറി കിടക്കുന്ന സമയത്തൊന്നും വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ ചിലപ്പോൾ കറണ്ട് കാണത്തില്ല. അപ്പൊ നമ്മൾ കൂടുതലും പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കും കൂടുതലും ചാർജൊന്നും അത്രയും കൺസ്യൂം ചെയ്യത്തില്ലല്ലോ ബാറ്ററിയും. അപ്പൊ അങ്ങനെ മൊബൈലിൽ തന്നെ. അപ്പൊ ഈ കേട്ട പാട്ടുകള് പിന്നെ കുറെ നാള് കഴിഞ്ഞ് ഭയങ്കര ബാഡ് തരും. ചിലപ്പോ പാട്ട് കേൾക്കുമ്പോ പെട്ടെന്ന് ആ വിഷ്വൽസ് പാട്ട് എനിക്ക് ഞാൻ അങ്ങനെ കറക്റ്റ് ആ പാട്ട് ഓർക്കണില്ല ഏത്. പക്ഷെ ഈ ചില പാട്ടുകൾ അത് കാരണം കേൾക്കാൻ തോന്നത്തില്ല. കാരണം ഇപ്പോഴത്തെ ബാഡ് മെമ്മറീസ് വരും. പാട്ടിന്റെ ഭയങ്കര എനിക്ക് പഴയ പാട്ടുകൾ മാത്രമല്ല രോമാഞ്ചം ഇതിലത്തെ അതൊക്കെ ഒരു സമയത്ത് കുറെ ലൂപ്പിൽ കേട്ടിരുന്ന പാട്ടുകളാണ്. തല തെറിച്ച പരൊട്ടാകെ വാഴേണ്ട കൊട്ടാരമാണിത് പെട്ടൽ. അതൊക്കെ ഭയങ്കര എനിക്ക് അതിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ലിറിക്സിന്റെ രസം ഭയങ്കര. നമുക്കറിയാവുന്ന പേരെടുത്ത ലിറിസിസ്റ്റ് പറഞ്ഞ പോലെ അനുവിന്റെ ആളുടെ അടുത്തൊക്കെ ഞാൻ വെറുതെ ചോദിക്കും, ഞങ്ങളെ ഈ പാട്ട് ഹൈ വഷള് ആള് ഹൈ വഷള് എന്ത് പാട്ടത്, അതിനെ പറ്റി ചോദിച്ചത് ഏതാണ്ട് അപ്പി എന്നുള്ള പോലെയാണ് ആള് പറയാ. അവർക്ക് അതിൽ കവിതയില്ല, പാട്ടിന് കവിത വേണം. വർക്കൗട്ട് ചെയ്യുമ്പോ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ബൂസ്റ്റ് കിട്ടണ പാട്ട് കുറെ ഉണ്ട്. ഹുക്കും
അരൺകട രാജാ. ജിമ്മിൽ എടുത്താ പൊങ്ങാത്ത വെയിറ്റ്, എടുത്താ പൊങ്ങാത്തല്ല, ഒരു പ്രായത്തിൽ എടുത്തിട്ട് പൊങ്ങിയായിരുന്നത് പ്രായം അറിയാതെ. ഇത് സത്യത്തിൽ ഒരു വാർദ്ധക്യം ബാധിച്ചൊരു പോഡ്കാസ്റ്റ് ടീമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ സൈഡിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, പല പല ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പൊ ബെഞ്ചും ആരോഗ്യ പ്രശ്നങ്ങൾ മൂക്കളെ ചീറ്റുമ്പോ ചോരയൊക്കെ. മറ്റേ പടത്തില് പടം ഓർമ്മ വരില്ല, പേര് ഓർമ്മ, സ്പിരിറ്റില് മറ്റേ ചോര അതുപോലെ ഉമ്മ കിടക്കും. അപ്പൊ ഗൈസ് ഇങ്ങനെ 2 എപ്പിസോഡ് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് 2 എപ്പിസോഡ് ഒരാഴ്ച ഡെലിവറി ചെയ്യാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. ഇപ്പൊ ഇന്ന് രാവിലെ നമ്മളൊരു 7 മണിക്ക് 6 മണിക്ക് എണീറ്റ് വന്നിട്ടാണ് ഇത് ചെയ്യണത്. എന്റെ കരിയറിൽ ഈ സമയത്ത് ഒരു ഷൂട്ട് അല്ലേ, നമ്മൾ മനോരമയിൽ ഇത്ര രാവിലെ വന്നിട്ട് പോകാറുണ്ട്. പക്ഷെ ഷൂട്ട് നടക്കുമ്പോ എന്തായാലും കുറച്ചുകൂടെ ഒക്കെ ലേറ്റ് ആവും. പക്ഷെ എന്നാലും ഉറക്കപ്പിച്ച തന്നെ ആയിരിക്കും. പക്ഷെ ഇത് കിടക്കപ്പോയെന്ന് എഴുന്നേറ്റ് നേരെ ഒരു വിഷയം പറഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ട് പോലില്ല അതൊരു വിഷയത്തിനെ പറ്റി ചർച്ചയും ചെയ്ത്. വേറൊരു വിഷയമായിരുന്നു കയ്യിലുള്ള. കളികളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് ഇവിടെ വന്നപ്പോഴാണ് ആലോചിച്ച് നോക്കി എന്ത് ചെയ്യണം. വിഷയം മാറ്റിക്കളഞ്ഞ മോശം കളി. ഇവരല്ലേ പറഞ്ഞേ അനീസിക്ക് ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കളികളാവാന്ന് പറഞ്ഞു. കളികളെ പറ്റി പറയാനാണ് തുടങ്ങിയത്. ഇടയ്ക്ക് 2-3 പോയിന്റ് വെച്ച് നമ്മൾ കളികളിലോട്ട് തിരിച്ചു പോകാൻ നോക്കി, പക്ഷെ ആ കളി നടന്നില്ല. ഈ കളി പിന്നീട് ഒരു എപ്പിസോഡിൽ നമ്മൾ ഇറക്കുന്നതായിരിക്കും. ദീപക് മോഹന്റെ കൈ പോയത് എടുത്താ പന്താത്ത വെയിറ്റ് എടുത്ത് നോക്കിയിട്ട് അത് വേറെ. ഇത് പറയുന്ന പ്രത്യേകം സൂപ്പർ താങ്ക്സ്. സത്യം പറഞ്ഞാൽ ഇന്നലെ വന്നപ്പോ ഈ സാധനം ഇട്ടുണ്ടായിരുന്നില്ല, ഷൂട്ടിന് വന്നപ്പോ എടുത്തിട്ടത്. അല്ലേ ഇന്ന് രാവിലെ പെട്ടെന്ന് എന്നോട് ഇന്നലെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അളിയ എന്റെ ബസ്സിലൂടെ പ്രശ്നമുണ്ട്, അതാണ് സർജറി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ബാഗ് കണ്ടില്ലേ ടേബിളേ ഇരിക്കണം. രാവിലെ എടുത്തിട്ട് ഇതിട്ടിട്ട് ഇതുകൊണ്ടാണല്ലേ ചെയ്യണേ. അതെ, ഇത് എപ്പിസോഡ് ഇടയിൽ ചൊറിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ദീപക് മോഹന്റെ അടുത്ത സർജറി എല്ലാരും പ്രാർത്ഥിക്കണം. ഇത് മൂക്ക് പോലെ ആവാതെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, കൈയൊക്കെ വൈറ്റിലെ സിഗ്നൽ കൊണ്ടുവരുന്ന സൂപ്പർ താങ്ക്സ്. പിള്ളേർ ഞാൻ കണ്ണീർ പൂവിന്റെ കേട്ടപ്പോ ചെരിഞ്ഞ പാട്ടായിരുന്നു. കണ്ണീർ പൂവിന്റെ. About that note, പിന്നെ നല്ല പൈസ ചെലവാക്കിയിട്ടുണ്ട് ദീപക് മോഹൻ ഇതെല്ലാം ചെയ്യണത്. ഈ ജിമ്മിന് പോകാൻ തന്നെ നാട്ടിലെങ്ങും ഇല്ലാത്ത കാശ് കൊടുത്ത് ജിമ്മിന് പോകും. കാരണം ദീപക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് പറഞ്ഞിട്ടുണ്ട്, എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, ദീപക് ഒരു കാശ് കൊടുത്തൊരു കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും ബോക്സിംഗിന്റെ ട്രയൽ ക്ലാസ്സിന് പോയിട്ട് ഇന്നലെ പുള്ളി കറക്റ്റ് പോയിന്റ് പറഞ്ഞു. ഞാൻ പറയുകയാണ് നിങ്ങൾ ട്രയൽ എടുക്കാൻ പോയത് ഇന്നലെ പോയി കാശ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം മണിയായിട്ട്. ഞങ്ങള് ഞാന് അലക്സ് ജോണ് നമ്മള് 3 പേരും കൂടെ ചെന്നു, ജിമ്മ് കണ്ടു, എല്ലാം സംസാരിച്ചു. എന്നിട്ട് ഓക്കെ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് എന്നാ ശരിയാ നമുക്ക് പോയാലോ, നാളെ രാവിലെ തന്നെ നിങ്ങൾ പോവാം. മച്ച് നാളെ ചൊവ്വാഴ്ചയാ മച്ച്, ചൊവ്വാഴ്ച ഒന്നും തുടങ്ങാൻ പാടില്ല മച്ച്. അങ്ങനെ ഇതുവരെ നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടില്ല. പറഞ്ഞു മച്ചൂന് ചൊവ്വാഴ്ച ആവാത്ത പ്രശ്നം. 1.5 മാസമായിട്ടൊരു ചൊവ്വാഴ്ച, എല്ലാ ദിവസവും ചൊവ്വാഴ്ച. അവനെ കുറിച്ച് നല്ലത് പറയണമെന്ന് ഇന്നലെ ഞാനാണ് പക്ഷെ നല്ലവനാട്ടോ. ഇന്നലെ സംസാരിച്ചോണ്ടിരുന്ന ഫിഗർ പറഞ്ഞു നീ എന്നാ പോണ. അപ്പൊ ഞാൻ പറഞ്ഞു സാറ്റർഡേ. അപ്പൊ നാളെ പോകും. ഇല്ല നാളെ ഫ്രൈഡേ ആണ്. ഈസ്റ്റർ വെസ്റ്റ് വിറ്റോക്സ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന പുള്ളി നമ്മുടെ സ്വന്തം കൂട്ടുകാരൻ അലക്സിന്റെ അനിയനാണ്. അലക്സ് നല്ലൊരു മനുഷ്യനാണ്. അലക്സ് നല്ലൊരു ഒരു നല്ലൊരു മനസ്സ്. ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം അലക്സ് അവറാച്ചന്റെ ഒരു എപ്പിസോഡ് സ്പോൺസർ. പുള്ളിയല്ലേ സ്പോൺസർ ചെയ്യണം. പുള്ളി നമ്മളെ വീട്ടിൽ താമസിപ്പിക്കണല്ലേ ഇവർ 2 പേരും. നിങ്ങൾ 3 പേരും അക്കോമഡേഷൻ പാർട്ട്നേഴ്സ് ആണല്ലോ. അക്കോമഡേഷൻ പാർട്ട്ണറാണ്, ഇടയ്ക്ക് ട്രാൻസ്പോർട്ട് പാർട്ട്ണറാണ്. പുള്ളിയാണ് ട്രാൻസ്പോർട്ട്. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അതെ
അങ്ങനെ നിന്ന് വെറുതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കണം, എന്തിനാണെന്ന് അറിയില്ല. ഒരു സെക്കൻഡ് ഇച്ചിരി നേരം തന്നെ എന്തെങ്കിലും നല്ലത് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ ഇത് പുള്ളി ടി വി വിറ്റിലിപ്പോ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളേ ഉള്ളൂ അല്ലെ. നമുക്ക് ഈ വെള്ളം അടിച്ചിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പൊ തനിയെ മിഴികൾ ഇടുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തീർന്നു, പിരിഞ്ഞു പോകണം എന്നുള്ളതല്ലേ. വെള്ളം അടിച്ചേറ്റ അവസാനം അല്ല, തനിയെ മിഴികളൊക്കെ ചിലര് കരയാൻ വേണ്ടിട്ടിടും, ഒന്ന് കരഞ്ഞു തീർക്കണം. അല്ല, വെള്ളം പാടുന്ന പാട്ടില് ഒരു പാട്ടാണ് എനിക്ക് തോന്നിയിട്ടത്, ഒരു പുഷ്പം. അത് ഇനി ഞങ്ങളുടെ ഗാംഗിൽ മാത്രമാണോ? ഒരു പുഷ്പം എല്ലാരും പാടും. നീ പാടുവോ? എനിക്ക് ഇഷ്ടമുള്ള പാട്ടാ. കള്ളു പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ എല്ലാരും കള്ളു പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോൺഫിഡൻസ് വരുമല്ലോ പാട്ടുകാർക്ക്. ഒരു പുഷ്പം പാടും, ഒരു പുഷ്പം. എല്ലാ ഗാംഗിലും ഒരു പുഷ്പക്കാർ കമന്റ് ചെയ്യുക കള്ളു പിടിച്ചു കഴിഞ്ഞാൽ. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ പറയാം. കള്ളു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന പാട്ട് തനിയെ മിഴികൾ കേൾക്കാറുണ്ട്. പിന്നെ വേൽമൊഴിയൊക്കെയാണ് ഡാൻസ്. ആ ഒരു സാധനങ്ങൾ കുറച്ച് സൂപ്പർ താങ്ക്സ് കള്ളൻ, സൂപ്പർ കള്ളൻ. അപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്നുണ്ട് കുറെ. ഇപ്പൊ നമ്മള് വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ സാധനം സംസാരിച്ചോണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടില് അച്ഛനാണെങ്കിൽ ഒരു 70-കളിലെ 80-കളിലൊക്കെ പാട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ പാട്ടുകളാണ് ഫുൾ ടൈം വീട്ടിൽ ടി വിയിൽ ഇടുന്നത്, യൂട്യൂബിൽ ഇട്ടോണ്ടിരിക്കും. അപ്പം ചേച്ചിക്കാണെങ്കിൽ ഞാനിത് ഇവരിതൊക്കെ കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടാണല്ലോ നമ്മൾ ആ ഒരു സാധനം മറ്റേ സ്മാർട്ട് ടി വി വൈഫൈ ഒക്കെ എടുത്ത്. അതുകൊണ്ട് ഞാനിത് ഇഗ്നോർ ചെയ്ത് വിടും. അല്ലെങ്കിൽ ചില പാട്ടുകൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തെ പാട്ടുകളുണ്ട്, അത്ര പഴയതല്ല. ചില സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഭയങ്കര പഴയതാ, അതിന്റെ ലിറിക്സിലും ഫുള്ള് തുണ്ടാ എന്നുവെച്ചാൽ എന്തോ ആ ഒരു അല്ല ഇവ നീ വെക്കുന്നല്ലേ? അല്ലല്ല, അച്ഛൻ വെക്കുന്നത് അച്ഛൻ അങ്ങനല്ല. അവരൊക്കെ അച്ഛൻ ഈ പാട്ട് വെച്ചതിന് ശേഷം മഹാദേവൻ പാട്ട് കേട്ടിട്ട് ബാത്റൂമിൽ പോയിട്ട് വെറുതെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച അങ്ങനല്ല. അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനാളൊരു ഡീസന്റാ. എപ്പിസോഡ് കാണാറില്ലേ? അച്ഛൻ എപ്പിസോഡ് കാണാറില്ല, അതിൽ അച്ഛൻ ഡീസന്റ് കാണാറില്ല. തുണ്ട് കേൾക്കാനാണ് അച്ഛന് വിട്ടോക്സ് ഉണ്ടാവുന്നത്, അനീസൊക്കെയാണ് എന്തെങ്കിലും ഉണ്ടാവുന്നത്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞ അവരൊക്കെ അത്രയും പഴയ പാട്ടുകൾ ഇതൊക്കെ മറ്റേ യൂട്യൂബ് വന്നപ്പോ അവരിത് ഡിസ്കവർ ചെയ്യണുണ്ട്. അവര് പണ്ട് കേട്ട അവർക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അവർക്ക് ഇതൊക്കെ റേഡിയോയിൽ കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ, ഓൺ ഡിമാൻഡ് പ്ലേ ചെയ്യാൻ പറ്റൂല. അച്ഛനും അമ്മയ്ക്കും അല്ല കഥയല്ല ഞാൻ പറഞ്ഞ പോയെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഇത്രയും പഴയ പാട്ടുകൾ വെക്കും. ഞാൻ ഇഗ്നോർ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളുണ്ട്. ഈ പറഞ്ഞ ഒരു കാലഘട്ടം ഞാൻ കൊച്ചിലെ തൊട്ടേ ഇതുപോലെ അച്ഛൻ പഴയതേക്കും നമ്മളൊരു പ്രായത്തിൽ അച്ഛൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കൂല. അപ്പൊ അങ്ങനെ അച്ഛന് ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ പാട്ടുകൾ ചെയ്യും. പക്ഷെ ഇപ്പം ഇതൊക്കെ വെച്ച് വെച്ചൊന്നും അച്ഛൻ കുറെ പഴയതിലോട്ട് പോയി ചിലപ്പോ എനിക്കും അങ്ങനെ അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇത് കേൾക്കുമ്പോഴാണെങ്കിലും അതവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പൊ എനിക്കത് പ്രശ്നമില്ല. പക്ഷെ ചേച്ചിക്കും ഭയങ്കര ഇറിറ്റേഷൻ ഇത് കേൾക്കുമ്പോൾ. ചേച്ചി വന്നിട്ട് രാവിലെ തുടങ്ങും ഈ സാധനം കേൾക്കാനുള്ളതല്ലേ പാട്ടും വെച്ചുകൂടെ ഇതൊക്കെ ചോദിക്കും. അപ്പൊ എന്നിട്ട് ചേച്ചി വെക്കണത് ഈ പറഞ്ഞ നമ്മൾ കൊച്ചിലെ കേട്ടോണ്ടിരുന്ന ഈ പറഞ്ഞ 90s 2000s പാട്ടുകളുണ്ടല്ലോ, ഒരു ആവണി പൊന്നുഞ്ഞൽ അല്ലെ വെട്ടം അങ്ങനത്തെ പടങ്ങളിലെ പാട്ടുകളും പരിപാടിയിലേക്ക്. അപ്പൊ ചേച്ചിയുടെ ഇപ്പൊ കൊച്ചുണ്ടല്ലോ. അപ്പൊ ചേച്ചി പറയാണ് ഇവളൊരു 10-20 വയസ്സാകുമ്പോ എന്നോട് പറയായിരിക്കല്ലേ ഈ വൃത്തികെട്ട പാട്ടൊക്കെ കേൾക്കാൻ പറ്റൂല, വേറെ വെക്കണം എന്നുള്ള ഒരു സാധനം പറഞ്ഞു. ഇങ്ങനെ കാലഘട്ടം മാറുമ്പോ പാട്ട് ഭയങ്കരമായി പഴകുമോ? ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പാട്ടുകളാണ് ഞാൻ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പാട്ടുകൾ. അന്ന് നിർബന്ധിതമായിട്ട് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ അപ്പന്റെ കാറി കയറി കഴിഞ്ഞാൽ ഈ സാധനം പ്ലേ ആയി തുടങ്ങും. സന്യാസി ഞാൻ ഫ്രണ്ടിൽ ഇമോഷൻ അസോസിയേറ്റ് ആവണേ. പ്രീമിയർ പത്മിനിയില് കേസറ്റ് പ്ലെയറിൽ അത് വർക്ക് ചെയ്യണ്ടല്ലോ. അതിൽ ഈ പാട്ടുകൾ സന്യാസിനിയൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഇടയ്ക്ക് പോയി അതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യുമ്പോ ചിലപ്പോ അങ്ങനത്തെ ഓർമ്മയാവാം. എന്റെ അച്ഛന് വിഷമം വരുമ്പോ അച്ഛൻ പറയൂലല്ലോ, മനസ്സിലാവുന്ന അച്ഛൻ ഈ കളി വീട് ആ പാട്ടിടും. കമ്മ്യൂണിക്കേറ്റ് ഇപ്പൊ കിസിക്കിടും.
പിന്നെ മാത്രമേ ഉള്ളൂ. പുഷ്പേര മറ്റേ മലയാളം ലിറിക്സ് ഉള്ള പാട്ട് ഇഷ്ടമാണ്. ചില പിന്നെ ഇടക്കിടയ്ക്ക് പിന്നെ രാത്രി വീണ് കളി 6 നേരത്ത് 7 നേരത്ത് 8 നേരത്ത് 10 നേരത്ത് നീയുള്ള എല്ലാ നേരത്ത് അപ്പൊ താഴത്തില്ലടാ. എന്നിട്ട് അച്ഛൻ 10 ആകുമ്പോ കളി വീട് ഉറങ്ങി. ഇതിന്റെ എല്ലാ ലിങ്ക് വിട്ടു തരുന്ന ക്യാമറയുടെ ബാക്കിലിരിക്കുന്ന അഖിൽ ബ്രോയ്ക്ക് പ്രത്യേകത. ഇതിന്റെ തലയ്ക്ക് ഇറങ്ങിയല്ലോ. എനിക്ക് അതേപോലെ കൊച്ചിലെ കേൾക്കേണ്ടി വന്ന പാട്ടായിട്ട് ഞാനും ഇടക്കിടെ കേൾക്കും. കഴിഞ്ഞ എപ്പിസോഡ് വിട്ടോസ് പറഞ്ഞപ്പോൾ ഞാൻ പറയണ ചില കാര്യങ്ങൾ ചിരിച്ചിട്ട് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ശരിയാ, ചില ആൾക്കാർ കമന്റ് ഇടുമ്പോൾ കേൾക്കുന്നവർക്ക് ദേഷ്യം വരുമല്ലോ. അപ്പം ഞാൻ ഓർത്ത് അടുത്ത എപ്പിസോഡ് ഇട്ട് നമ്മളിപ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ്. അപ്പൊ ഞാൻ ഓർത്തതാണ് മര്യാദക്ക് ഇരിക്കണം, സംസാരിക്കുമ്പോ കുറച്ചുകൂടെ. ചില തമാശകൾ പോലും പറയുമ്പോ കണക്ട് ആവാത്തത് ചിലപ്പോ നിങ്ങൾക്ക് കണക്ട് ആവും. പുറത്തും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആ ഒരു ചില സാധനങ്ങൾ നമ്മുടെ തലയ്ക്കകത്തിരിക്കും, നമ്മൾ മൊത്തം പുറത്തോട്ട് പറയത്തില്ല. പിന്നെ കുറെയൊക്കെ നമ്മുടെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കഥകളോട് കണക്ട് ആവുന്ന കുറെ സാധനങ്ങൾ. അലക്സ് അവറാച്ചൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അറിയാവുന്നുണ്ടല്ലോ, നമുക്ക് മച്ചു എന്ന് വിളിക്കാൻ തന്നെ നമ്മൾ ചിരിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ കാര്യം തുടങ്ങി കഴിഞ്ഞാൽ ക്യാമറ ഇരിക്കുന്ന കാര്യം മറന്നുപോകും. പിന്നെ നമ്മള് നമ്മുടേതായ രീതിയിലുള്ള സംസാരം നമ്മള് നോർമലി സംസാരിക്കുന്നത് എങ്ങനെയാ, ചിലപ്പോ ചിരിച്ചിട്ടാവും. എനിക്കും ഞാനും കുറെ എപ്പിസോഡില് കോൺഷ്യസ് ആയി അതിനൊരു എഫർട്ട് ഒക്കെ ഇട്ടുണ്ട്. പിന്നെ വന്നു വരുമ്പോ ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. നമ്മുടെ നോർമൽ സ്റ്റൈല് ഇതാണ്, പറഞ്ഞു വരുമ്പോ ചിരി വരും. കുറച്ചൊക്കെ മനസ്സിലാവായിരിക്കും. അതെ അതെ, ഞാനിപ്പോ ചിരിച്ചട്ട പുറകോട്ട് മറിഞ്ഞു വീഴാൻ ഓർത്തത് എപ്പിസോഡ് മര്യാദക്ക് ഇരിക്കണമല്ലോ. ഈ സിനിമയിൽ പാട്ടുകൾ സിഗ്നിഫിക്കന്റ് ആവുന്ന ആ സിനിമയുടെ മൊമെന്റും കൂടെ വെച്ചിട്ടാണ് അല്ലേ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ഒരു പാട്ട് ഒരു ഇമോഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ട് അതേപോലെ ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഹൈ പോയിന്റിൽ വരുന്ന കൊണ്ടാണ് നമുക്ക് ആ പാട്ടും ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ട്. പഴയ മഞ്ജുമൽ ബോയ്സിൽ ആ പാട്ട് പ്ലേസ് ചെയ്തത് ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ, കൺമണി. എനിക്ക് രോമാഞ്ചത്തിന് മറ്റേ ടൈറ്റിൽ ട്രാക്ക് കേൾക്കുമ്പം ആ ഒരു പിള്ളേര് വൈബ്, പാർട്ടി വൈബ് എനിക്ക് സിനിമയിൽ അങ്ങനെ പ്ലേസ് ചെയ്തിരിക്കണോണ്ടാണ് അടിപൊളി. അങ്ങനെ ഏറ്റവും കൂടുതൽ മ്യൂസിക് എനിക്ക് തോന്നുന്നു റൈഫിൾ ക്ലബ്ബ് ആണ്. റൈഫിൾ ക്ലബ്ബിൽ മറ്റേ ബുള്ളറ്റ് ഒക്കെ പോകുന്നിടത്തോളം അത് കാണുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇന്നാണ് പടത്തിൽ കേറി. ഈ പറഞ്ഞ പോലെ പാട്ടുകൾക്ക് ഇങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഓർമ്മ എപ്പോഴും പാട്ടിനുണ്ട്. ഈ രംഗീലൊക്കെ ഇറങ്ങിയ സമയമില്ലേ, അപ്പൊ എന്റെ ചേച്ചിമാരുടെ കല്യാണം ഒക്കെ നടക്കുന്ന, അപ്പൊ നമ്മൾ ബസ്സിൽ കല്യാണ വീട്ടിലേക്ക് പോകണ സമയത്ത് അപ്പൊ ബസ്സിൽ പ്ലേ ചെയ്യുന്ന പാട്ടൊക്കെയാണ്. അപ്പൊ ആ പാട്ടൊക്കെ കേൾക്കുമ്പോ ഈ പറഞ്ഞ പോലെ ആ സമയമൊക്കെ ഒരു ചെറിയൊരു ഓർമ്മ വരും. പിന്നെ തങ്കത്തിങ്കൾ ഒറ്റയ്ക്ക് ഞാൻ കൊറേ പാട്ട് കേൾക്കും, പക്ഷെ ഇതിന്റെ വീഡിയോസും കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ എനിക്ക് ഇതിന്റെ വീഡിയോ ഇതാണെന്ന് അറിയത്തില്ല. പഴയ പാട്ടുകളിലൊന്നും അറിയില്ല, കൊറേയൊക്കെ നിങ്ങളോടൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ വീഡിയോ എന്നുള്ളൊരു സാധനം. അത് ചിലപ്പോ പാട്ട് നമ്മൾ ഭയങ്കര പക്ഷെ വീഡിയോ കാണാതെ. വീഡിയോ കാരണം പാട്ട് എലവേറ്റഡ് ആവാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ വീഡിയോ അടിപൊളിയായതുകൊണ്ടല്ലേ. ശരി, ആള് പാട്ട് വീഡിയോ ഭയങ്കര ആദ്യം ശ്രദ്ധിച്ച് ശരിക്കും വീഡിയോയും മ്യൂസിക്കും പിന്നെയാണ് പറഞ്ഞ സാധനമൊക്കെ. അങ്ങനെ കുറെ നമ്മൾ മറ്റേ പണ്ട് മദാരി 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 കേൾക്കുന്നില്ല, ആ സിംഗറിനെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടല്ലേ നമ്മള് മോമിന മുക്തസാനെ നീ പറയുന്നത്. അത് ഇല്ല, മദാരിയിലുള്ള മറ്റേ നേഹ കക്കറ മറ്റേ കക്കർ നല്ല ഭംഗിയുള്ള സോനു കക്കർ, നേഹ കക്കർ മറ്റേ ആഫ്രീൻ 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 അവര് പാടുന്ന കാണാൻ നല്ല രസമല്ലേ, ആ ഒരു ഭംഗി. പുള്ളി ചങ്ക് പറിച്ച ഒരു പാടുന്നല്ലേ, അത് കൊള്ളൂല, അത് അടിപൊളി. അപ്പൊ അവരൊരു വിഷ്വലാണ് കുറെയൊക്കെ നമ്മുടെ ആണുങ്ങൾ വിഷ്വലാണെന്ന് ഏതോ ഒരു റീല് ഞാൻ കഴിഞ്ഞ ആണുങ്ങളുടെ വിഷ്വലാണ് അവരുടെ ഒരു സംഭവം. നമ്മൾ കാഴ്ചയിൽ ഭ്രമിക്കുന്നവരാണ്, അതാണ് കുറച്ചും കൂടി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ?
തെറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ സൗന്ദര്യ ആരാധകരാണല്ലോ അല്ലേ? സൗന്ദര്യം അയ്യോ ഉമ്മർ പറയണ്ടല്ലോ ഞാൻ വികാരം അത് വേറെ അല്ല. അതിന്റെ തുടക്കത്തില് ഇതുപോലെയാണ്. ഭയങ്കര രസമല്ല, ഞാൻ വികാരം ജീവിയാണ്. ഭയങ്കര രസമുള്ള ഡയലോഗ്. എനിക്ക് ഭയങ്കര കീഴിലും കൊറിയോഗ്രഫി ഉള്ള വീഡിയോ സോങ്സ് കാണുമ്പോ ഭയങ്കര ആ ഒരു ഭയങ്കര സിംഗിലും ഭയങ്കര കിടിലായിട്ട് പഴയൊരു തമിഴ് പഴയ അതിപ്പോ ഒരു പുതിയ സാധനമാണ്. പക്ഷെ എനിക്ക് അതെന്തോ അത്ര അങ്ങോട്ട് അമ്മാവനായി ഇന്ത്യയാണ്. ആ കുട്ടിയുടെ പേരെന്താ? അവന്റെ മൂന്നാമത്തെ പാട്ടിലെ നായികയുടെ പേരെന്താ? ഞാൻ പറയണോ? മീനാക്ഷി ചൗധരി. അതാണ് കാരണം അല്ലാതെ പാട്ടും നല്ല പാട്ടല്ലേ സാഹിബ്. പുള്ളി ആദ്യത്തെ പാട്ടിലുള്ള അവൻ പ്രോപ്പർ ഡാൻസ് പോലും കളിക്കുന്നില്ല. അവൻ ആസ് എ പെർഫോമർ ഒരു മൂന്നാമത്തെ സോങ് എത്തിയപ്പോ അവൻ എന്ത് അടിപൊളിയായി. അവൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവന്റെ ലൈവൊക്കെ എനിക്ക് തോന്നുന്നു അനിരുദ്ധ ആ ലെവലിലോട്ട് അടിപൊളി വീഡിയോ ആ സാധനം കാണാൻ കൊള്ളാം. പക്ഷെ അല്ലാതെ പാട്ട് ചെയ്യാൻ പറ്റുമോ? കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇതൊന്നും തുടങ്ങും. പിന്നെ അവിടുന്ന് തമിഴ് പാട്ട് വീഡിയോ കാരണമാണ് ഈ പാട്ട് കുറെ പ്രാവശ്യം കേട്ടെ. അതിനുശേഷമാണ് പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ വീഡിയോ അല്ലാണ്ടും പാട്ട് വർക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ ആൾക്കാർ സോങ്ങിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഈ സോങ്ങിന്റെ വീഡിയോ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ഇവര് ഹുക്ക് സ്റ്റെപ്പ് കളിച്ച് അത് പോപ്പുലറായി. അല്ല പക്ഷെ റീലിലുള്ള സ്റ്റെപ്പ് ഇവര് വീഡിയോ പിന്നീടാ വരുന്നത്. റീല് പോപ്പുലർ ആയിരുന്നു ഇങ്ങനെ ഏതൊരു സ്റ്റെപ്പ് പിള്ളേർ ടവലേക്ക് എറിഞ്ഞ് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പോപ്പുലറായി. പിന്നീടാണ് ആ വീഡിയോ അടിപൊളിയല്ലേ തിരുവല്ല ചെയ്തിരിക്കുന്ന വീഡിയോ. അവരുടെ പഴയകാലം. പിന്നെ ഇവര് തമ്മിൽ വില്ലനും ഇവര് തമ്മിൽ ഡാൻസ് ഓഫ് ആണ്. അത് ഭയങ്കര രസമാണ്. വീഡിയോ കാണുന്നത് നല്ല വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വിറ്റോക്സിൽ എന്തൊക്കെയോ സംസാരിച്ചു. പാട്ടിനെ കുറിച്ച് എങ്ങനെയോ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു പാട്ടിനെ കുറിച്ച്. അല്ല പ്രിപ്പയർഡ് ആയിട്ടൊന്നല്ല, നമ്മള് ഗെയിമിനെ കുറിച്ച് അത്യാവശ്യം പാമ്പും കോണിയും ഇതൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ച് GTA അതൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. ഈ സാധനം കാരണമാണ് നമ്മൾ ഈ ശശാങ്കല്ലേ ആ ശശാങ്ക് വായിക്കുക. ഞാൻ വായിക്കില്ല. ഇല്ല അപ്പൊ നമ്മള് പാട്ടിനെ പറ്റി എന്തൊക്കെയോ സംസാരിച്ചു. അനീസക്കയുടെ ഭാവം നമുക്ക് എല്ലാവർക്കും നമ്മളൊരു 15K സബ്സ്ക്രൈബേഴ്സ് 20K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇത് ഗിവ് അവേ കൊടുക്കില്ല. അത് കൊടുക്കില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എന്തുകൊണ്ടായാലും ഗിവ് അവേ ഇല്ല ഗൈസ്, സോറി. ഞാനീ മഹാദേവനെ ഗിവ് അവേ തരാം. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചറിയാതെ. അപ്പൊ അത്രയും നമുക്ക് നിർത്തല്ലേ? നമുക്ക് നല്ലൊരു എപ്പിസോഡായിട്ട് കട്ട് ചെയ്ത് വരുമ്പോ എന്താണെന്ന് അറിയില്ല, നോക്കാം. വീണ്ടും കാണാം. ബൈ ബൈ. മനസ്സുകളുടെ ഇതിലടിക്കാതെ ബൈ ബൈ.